Good morning, all. Good morning, sir. Good Good morning, morning, sir. sir. Good morning, sir. Sarah, good morning. Good morning, sir. Good morning, sir. Oh, Good morning, sir. Good morning, sir. Good morning, sir. എനിക്കിപ്പോ സെറക്ക് യാതൊരു റെസ്പോൺസും ഇല്ല. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് വിചാരിച്ചു. ഓക്കെ, സൈലന്റ് പ്രയർ എടുത്തോ 2 മിനിറ്റ്.
Okay. Ryan Suleiman. Yes, sir. Define principal focus for a concave mirror. Principal focus of the concave mirror. Rays parallel to the. ഞാൻ നോക്കി വായിക്കണ്ട കേട്ടാ. നോക്കി വായിച്ചിട്ട് പിന്നെ എന്താ പ്രയോജനം കിട്ടുക? കാണാതെ പറയാ. Rays parallel to the principal axis. Okay. Falling. Rays parallel to the principal axis. Principal axisന് പാരലൽ ആയിട്ട് ചെല്ലുന്ന ലൈറ്റ് റേസ് മിററിൽ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇതിൽ തന്നെ പഠിച്ചാണ്. റിഫ്ലക്ട് ചെയ്യും. പിന്നെ എന്ത് സംഭവിക്കും? പോരാ. അടുത്ത മുഹമ്മദ് നൈഫ്. Yes, sir. Define principal focus. Rays parallel to principal axis meet at a point on principal axis. Principal axis അല്ലേ? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് പോകുന്ന ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് സംഭവിക്കും? ഒരു സ്ഥലത്ത് കൺവേർജ് ഒരു മീറ്റ് ചെയ്യും. ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും അല്ലേ? ആ പോയിന്റിനെ എന്താ വിളിക്കുക? ആ പോയിന്റ് പറയുന്ന പേരെന്താ? അത് കണ്ടുപിടിക്കാൻ നമ്മൾ ആക്ടിവിറ്റി മൊത്തം ചെയ്തേ. പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലേ? പ്രിൻസിപ്പൽ ഫോക്കസ്. അത് കണ്ടുപിടിക്കാനല്ലടോ നമ്മൾ ആ കഷ്ടപ്പെട്ടത് മൊത്തം. ഓക്കെ, പ്രിൻസിപ്പൽ ഫോക്കസ്. അഫ്നിത, ഒന്നുകൂടി ഒന്ന് ഡിഫൈൻ ചെയ്തേ പ്രിൻസിപ്പൽ ഫോക്കസ്. Rays parallel to the principal axis falling on a concave mirror will meet at a point on the principal axis. This point is called principal focus. Jacob Joby. അപ്പൊ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ? ഒരു ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിന്റെ ഇമേജ് എവിടെയാണോ ഫോം ചെയ്യുന്നത് ആ സ്ഥലത്തിനെയാണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റ് റേസ് എല്ലാം എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അതിനെയാണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഫോക്കസിലേക്ക് ആ മിററിൽ നിന്ന് അല്ലെങ്കിൽ മിററിന്റെ പോളിൽ നിന്ന് ഫോക്കസിലേക്ക് ഞാനൊരു ഡിസ്റ്റൻസ് എടുത്താൽ ആ ഡിസ്റ്റൻസിന് എന്തെന്നാ പറയാ? ഫോക്കൽ ലെങ്ത്. ഓക്കെ, മുഹമ്മദ് യാസീൻ. റേഡിയസ് ഓഫ് കർവേച്ചർ ഒരു 10 സെന്റിമീറ്റർ ആണ്. ഈ ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കും? 5. ആകാശ്, ഫോക്കൽ ലെങ്ത് 5 ആണെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയായിരിക്കും? ഒന്നുകൂടെ പറയാമോ സാർ? ഫോക്കൽ ലെങ്ത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയായിരിക്കും? If the focal length of a given concave mirror, if the focal length of a concave mirror is given as 10 centimeter, what will be its focal length? 5 centimeter. Sorry, radius of curvature. ഞാനിപ്പോ എന്താ ചോദിച്ചത്? നിങ്ങളുടെ ഫോക്കൽ ലെങ്ത് ചോദിച്ചു അല്ലെ? ഫോക്കൽ ലെങ്ത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ വാട്ട് വിൽ ബി ഇറ്റ്സ് റേഡിയസ് ഓഫ് കർവേച്ചർ? എത്രയായിരിക്കും? ഫോക്കൽ ലെങ്ത് 5 സെന്റിമീറ്റർ, റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയായിരിക്കും? സാർ അറിയില്ല. എത്രയായിരിക്കും ജയശങ്കറെ? 10. ഡബിൾ അല്ല, അതല്ല നമ്മൾ പഠിച്ചേ. ഫോക്കൽ ലെങ്ത്തിന്റെ ഡബിൾ ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ, അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയാണ് ഫോക്കൽ ലെങ്ത്. മനസ്സിലായ? ഓക്കെ, ആരതി, ലോസ് ഓഫ് റിഫ്ലക്ഷൻ സ്റ്റേറ്റ് ചെയ്യാം. The angle of incident and angle of incident is equal to angle of reflection. The reflection ray, the incident ray, and the normal lie on the same plane. Okay, are all lie on the same plane. Sadia. Yes, sir. What is reflection of light? Reflection, when a light strikes on an object and it bounces back, we say it as reflection of light. Okay. Mishal. Yes, sir. Pole. Define pole for a spherical mirror. ബുക്കിൽ നോക്കല്ലേ മിഷാല? ബുക്കിൽ നോക്കില്ല, പോയി ബുക്കിൽ നോക്കില്ല. Pole means a line passes through. Hello, the center of reflecting mirror.
സെന്റർ ഓഫ് reflecting surface. റിഫ്ലക്റ്റിംഗ് മിററാ, എല്ലാ മിററും റിഫ്ലക്ട് ചെയ്യും. റിഫ്ലക്റ്റിംഗ് സർഫസ്. Surface. ഓക്കെ ബുക്ക് എടുത്തോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു വന്നത്. പ്രിൻസിപ്പൽ ഫോക്കസ് ഫോർ എ കോൺകേവ് മിറർ വരെ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇനി എന്തായിരിക്കും നമ്മൾ പഠിക്കുക അജയ്? ഇനി എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? സാർ ഡിഫറെന്റ് റേസ് എങ്ങനെ കൺവേർജ് ചെയ്യണ? അത് പഠിച്ചു നമ്മൾ, അത് പഠിച്ചു. കോൺകേവ് മിററിന്റെ കഴിഞ്ഞു. ഇനി എന്താ ബാക്കിയുള്ളത്? ഇനി കോൺവെക്സ് മിററിന്റെ. കോൺവെക്സ് മിററിന്റെ ഫോക്കസ് എവിടെയാണെന്ന് അറിയണം. നമ്മളിപ്പോ കോൺകേവ് മിററിന്റെ ഫോക്കസ് അല്ലേ അപ്പൊ രണ്ടൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. കോൺകേവ് മിററിന്റെ ഫോക്കസ് എവിടെയായിരിക്കും? ലെഫ്റ്റ് സൈഡിലായിരിക്കും. നമ്മൾ എപ്പോഴും മിറർ ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്നലെ വരച്ചില്ലേ മിററിന്റെ ആ ഒരു ഇതിലാ, ആ ഒരു ഓറിയന്റേഷനിൽ അങ്ങനെ തന്നെയാണ് മിറർ എപ്പോഴും നമ്മൾ പ്ലേസ്. മിറർ നമ്മൾ ഇങ്ങനെ പ്ലേസ് ചെയ്യില്ല, എപ്പോഴും ഇങ്ങനെയായിരിക്കും. പ്രോബ്ലം ചെയ്യുമ്പോഴും ഇങ്ങനെയായിരിക്കും. കാരണം കുറെ പ്രശ്നങ്ങളുണ്ട്. കുറെ പേര് ഇങ്ങനെയും കുറെ പേര് ഇങ്ങനെയും വരച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ അപ്പടി തെറ്റിപ്പോവും. അതുകൊണ്ട് മിറർ എപ്പോഴും നമ്മൾ ഇങ്ങനെയാ പ്ലേസ് ചെയ്യുക. അത് ഓർത്തിരിക്കുക കേട്ടോ. ഇന്നലെ നമ്മൾ വരച്ച പോലെ തന്നെ ആ സൈഡിലേക്ക് തിരിഞ്ഞാണ് മിറർ പ്ലേസ്. അതായത് ലെഫ്റ്റിൽ നിന്ന് ലൈറ്റ് വരുന്ന പോലെ, ലെഫ്റ്റിൽ നിന്ന് ലൈറ്റ് ചെന്നിട്ട് മിററിൽ എത്തുന്നത് പോലെയാണ് നമ്മൾ മിറർ പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിററിലെ ഫോക്കൽ ലെങ്ത്, ഒരു കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ഫോക്കസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലാണെന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺവെക്സിനെ കുറിച്ച്. അപ്പൊ കോൺകേവ് മിററിന്റെ ഫോക്കസ് ലെഫ്റ്റ് സൈഡിലാണെന്ന് വേണമെങ്കിൽ എഴുതി വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ, ഇനി ഇതേ പരിപാടി നമ്മൾ കോൺവെക്സ് മിററിൽ ചെയ്യാനായിട്ട് പോവാണ്. കോൺകേവ് മിററിൽ നമ്മൾ പഠിച്ച കാര്യം കോൺവെക്സിൽ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് പോവാണ്. അപ്പൊ സെയിം പ്രൊസീജിയർ തന്നെ നിങ്ങൾ ഇന്നലെ ചെയ്ത അതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. മിറർ മാറ്റി വെക്കുക കേട്ടോ. കോൺകേവ് മാറ്റിയിട്ട് പകരം ഏത് വെക്കുക? കോൺകേവ് മിറർ വെക്കുക. ഓക്കെ, ചെയ്തോളൂ. കോൺവെക്സ് വെക്കുക. നമ്മളിവിടെ ഈ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് ഫ്രം എ കോൺവെക്സ് മിറർ ഇമേജ് സ്ക്രീനിൽ ഫോം ചെയ്യുന്നുണ്ടോ? ഓക്കെ, ആ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? തേർഡ് വൺ, ആ ഇമേജിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? പെക്യുലിയാരിറ്റീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫോർത്ത് വൺ, കോൺവെക്സ് മിററിൽ പാരലൽ ആയിട്ട് വരുന്ന റിഫ്ലക്റ്റഡ് റേസ് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾ ചെയ്തോ, എല്ലാരും ചെയ്തോ കേട്ടോ. വിൻഡോ അല്ലെങ്കിൽ ഇന്നലെ കിട്ടാത്തവർക്ക് കിട്ടിയാ? നോക്കിയായിരുന്നോ ഇന്നലെ കിട്ടാത്തവര്? ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് വെച്ചിട്ട് ഫോക്കൽ ലെങ്ത് നോക്കിയാ? ഇന്നലെ പറഞ്ഞവരാരൊക്കെയാ? എന്തായി, കിട്ടിയാ? ഇന്നലത്തെ പോലെ തന്നെ കിട്ടുള്ളൂ. പുറത്തിറങ്ങി എന്നിട്ടോ? എത്ര കിട്ടി? എത്ര സെന്റിമീറ്റർ കിട്ടിയേ? അകത്ത് വെച്ചിട്ടായിരുന്നോ? അകത്ത് വെച്ചിട്ട് 13. പുറത്ത് വെച്ചപ്പോഴും 13. പുറത്ത് വെച്ചപ്പോ നോക്കില്ല. ക്ലിയർ ആയില്ല. എങ്ങനെയാ മനസ്സിലായേ? ഇത് കിട്ടിയതാ. ഓക്കെ. കാർത്തിക് എത്ര കിട്ടിയേ? 10. ഓക്കെ, പിന്നെ വേറെ ബാക്കി പറഞ്ഞോ. സെറക്ക് എത്ര കിട്ടിയേ? 9.5 centimeter. 9.5. ഓക്കെ, ഇമേജ് കിട്ടിയവർ ആൻഡ്രൈസ് ചെയ്തോ കേട്ടാ. ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിന്റെ ഇമേജ് സ്ക്രീനിൽ കിട്ടിയവർ ആൻഡ്രൈസ് ചെയ്തോ. പറഞ്ഞോ. ഇവിടെ മഞ്ഞ ഇവിടെ മൊത്തം മഞ്ഞാന്ന് ജനലിലൊക്കെ. ഇവിടെ അത്ര വെളുത്തിട്ടില്ല, ഭയങ്കര മഞ്ഞൊക്കെയാ. ആണോ? നോക്ക് വെച്ച് നോക്ക് എന്നാലും കേട്ടാ. എന്തെങ്കിലും ഇമേജ് വരുന്നുണ്ടോ നോക്ക്.
കോൺകേവ് ഒന്ന് വെച്ച് നോക്കി. കോൺകേവ് വെച്ച് നോക്കിയിട്ട് കോൺവെക്സ് വെച്ച് നോക്ക് കേട്ടോ. കോൺകേവ് വെച്ചിട്ട് കിട്ടണോ നോക്ക്, എന്നിട്ട് കോൺവെക്സ് കൂടെ വെച്ച് നോക്ക്. സാർ കോൺകേവ് കിട്ടുന്നുണ്ട്, പക്ഷെ കോൺവെക്സ് കിട്ടുന്നുണ്ട്. കിട്ടണല്ലേ? കിട്ടണ എന്താ? ആ ഓക്കെ. സാർ കോൺകേവ് കിട്ടുന്നുണ്ട്. അതെയാ? കോൺവെക്സിൽ കിട്ടുന്നില്ല? സാർ സാധാ ലൈറ്റ് മാത്രമേ ഉള്ളൂ, ചെറിയ ബ്ലർഡ് ലൈറ്റ്. ആഹാ, നോക്കട്ടെ, ഞാനും നോക്കട്ടെ കേട്ടോ. നിങ്ങൾ നോക്ക് എന്തായാലും. എല്ലാരും ചെക്ക് ചെയ്യ, എല്ലാരും ചെക്ക് ചെയ്യട്ടോ. സാർ ആ പറഞ്ഞോ. ഒരു ചെറിയൊരു വെളിച്ചം മാത്രമേ കാണുന്നുള്ളൂ, വേറെ ഒന്നും കാണില്ല. വെളിച്ചല്ല, നമുക്ക് ഇമേജ് വേണം. ഇമേജ് റിഫ്ലക്ട് ചെയ്ത ലൈറ്റ് ഒന്നും പോരാ നമുക്ക് വേണ്ടത് ഇമേജ് ആണ് കേട്ടോ. ആ പറഞ്ഞു. ഇമേജ് കിട്ടുന്നില്ല? സാർ ഇമേജ് കിട്ടുന്നില്ല. കിട്ടുന്നില്ല? മിററിന്റെ എന്തെങ്കിലും കുഴപ്പമായിരിക്കും. ആ നോക്ക് എല്ലാരും നോക്ക്. ഇതിന് ഇമേജ് ഇല്ല. ഇമേജ് ഇല്ലേ? കാണാനൊന്നുമില്ല. നിങ്ങൾ എല്ലാരും പറയും, ഞാൻ നോക്കട്ടെ കേട്ടോ. ബാക്കിയുള്ളവർ ചെയ്തോ. ആർക്കും കിട്ടുന്നില്ല? കുറച്ചു പേർക്ക് കിട്ടിയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. സാർ എനിക്ക് കോൺവെക്സ് മിറർ അങ്ങനെയാ കാണാൻ പറ്റത്തില്ല, ഇമേജ് കിട്ടുന്നില്ല. കിട്ടുന്നില്ല. നിങ്ങൾ എല്ലാരും ഇങ്ങനെ കിട്ടുന്നില്ല എന്ന് പറയില്ല. ആരെങ്കിലും കൈ പൊക്കോ? കിട്ടിയവര് കൈ പൊക്കോ? ഒരു വെളിച്ചമുണ്ട് സാർ, വേറെ ഒന്നുമില്ല. ഇമേജ് കിട്ടുന്നില്ല? ഇല്ല. ഓഹോ, നോക്കട്ടെ. ശരിയാണല്ലോ, ഒരു വെട്ടം മാത്രമേ ഉള്ളൂ അല്ലെ? ഇമേജ് കിട്ടുന്നില്ലല്ലോ. കോൺകേവില് കിട്ടുകയും ചെയ്യണ്ടേ? ആർക്കും കിട്ടിയിട്ടില്ല? ഇല്ല. നിങ്ങൾ ആ മിററിന്റെ അകത്ത് നോക്കി ഇമേജ് ഉണ്ടോന്ന്? ആ മിററിന്റെ അകത്ത് ഇമേജ് ഉണ്ടോ? അതായത് മിററിന്റെ നിങ്ങൾ ഇങ്ങനെ മിററിന്റെ അകത്ത് നോക്ക്. മിററിന്റെ അകത്ത്, അതായത് മിററിന്റെ പുറകിൽ ഇമേജ് ഫോം ചെയ്തിട്ടുണ്ടോ നോക്ക്. ഉണ്ടോ പുറകിൽ? അയ്യോ, ഇങ്ങനെയല്ല ഞാൻ പുറകിൽ നിന്ന് ഉദ്ദേശിച്ചത്. നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ നോക്കിയാൽ മതി, ഫ്രണ്ടിൽ നിന്ന് തന്നെ നോക്കിയാൽ മതി. ഓക്കെ, ഉണ്ടോ? ഇമേജ് ഉണ്ടോ? ഒരു മിറർ തിരിച്ചു വെച്ചിട്ട് നോക്കുവാണ്. മിററിന്റെ ബാക്ക് നമ്മൾ പറയുമ്പോൾ ബിഹൈൻഡ് ദ മിറർ എന്നാ പറയാ. കാരണം നമ്മൾ മിററിൽ നോക്കുമ്പോൾ അറിയാം അല്ലെ, മിററിന്റെ പുറകിൽ ആരോ നിൽക്കുന്ന പോലെയാണ്. നമ്മൾ മിററിന്റെ അടുത്തേക്ക് കൂടി വന്നാൽ അയാൾ മിററിന്റെ അടുത്തേക്ക് കൂടി വരും. ഓക്കെ, അപ്പൊ അത് വിർച്വൽ വേൾഡ് ആണ്. വിർച്വൽ വേൾഡ്. ഓക്കെ, തോന്നലാണ്, സങ്കല്പം. കഴിഞ്ഞ കിട്ടുന്നുണ്ടോ? മിററിന്റെ അകത്തുണ്ടോ? മിററിൽ ഇമേജ് ഉണ്ടോ? മിററിൽ കിട്ടുന്നുണ്ട്, സ്ക്രീനിൽ കിട്ടുന്നില്ല. നമുക്ക് അതിനൊരു പേര് വിളിക്കാം, വിർച്വൽ ഇമേജ്. ഓക്കെ, ആ ഇമേജിനെ വിളിക്കുന്ന പേരാണ് വിർച്വൽ ഇമേജ്. സോറി, ആദ്യത്തെ ഇമേജിന്റെ പേര് പറഞ്ഞില്ല അല്ലെ. ആദ്യം ആ സ്ക്രീനിൽ കിട്ടിയ ഇമേജ് ഉണ്ടല്ലോ, ആ ഇമേജിനെ വിളിക്കുന്ന പേരാണ് റിയൽ ഇമേജ്. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്, ഇമേജ് ഫോർമേഷനിലേക്ക് വരുമ്പോൾ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാത്തത്. ഓക്കെ, പറഞ്ഞോ. ആർക്കും കിട്ടിയിട്ടില്ലല്ലോ? ആർക്കും കിട്ടിയിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഓർമ്മയിൽ ഉണ്ടാവണം. നമ്മൾ ഇത്രയും പേര് എത്ര മിനിറ്റ്? 10 മിനിറ്റ് കഷ്ടപ്പെട്ടിട്ടും കിട്ടിയിട്ടില്ല. അപ്പൊ എക്സാമിന് പോയിട്ട് ഇനി കോൺവെക്സ് മിറർ ഫോം ഇമേജ് ഓൺ സ്ക്രീൻ എഴുതി വെച്ചേക്കരുത് കേട്ടോ. ഓക്കെ, നമുക്ക് എഴുതാം ഇനി പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പൊ ഇനി അതിന്റെ ആൻസറുകളൊക്കെ ചെയ്തു തുടങ്ങിക്കോ. നിങ്ങൾ അതിന്റെ ആൻസറുകളൊക്കെ ചെയ്തോ. ഫസ്റ്റ് വേണം. ആരോ ക്വസ്റ്റ്യൻ വായിക്കോ? ഒരാൾ ക്വസ്റ്റ്യൻ വായിച്ചോ? ഇരിസ്മി ക്വസ്റ്റ്യൻ വായിച്ചോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചോ? Yes, sir. Reflected rays from convex mirror dash an image on screen. റിഫ്ലക്റ്റഡ് റേസ് ഇമേജ് സ്ക്രീനിൽ ഫോം ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ രശ്മി?
No. നോ. Doesn't. അപ്പോ നോ എന്ന് എഴുതുക. സ്ക്രീനിൽ ഇമേജ് ഇല്ലല്ലോ. റിഫ്ലക്റ്റഡ് റേസ് സ്ക്രീനിൽ ഇമേജ് ഫോം ചെയ്തിട്ടില്ല. ഈ റിഫ്ലക്റ്റഡ് റേസ് സ്ക്രീനിൽ ഇമേജ് ഫോം ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഫയാസ് അതിന്റെ അർത്ഥം? അതിന്റെ മീനിങ് എന്തായിരിക്കും? റിഫ്ലക്റ്റഡ് റേസ് സ്ക്രീനിൽ ഇമേജ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിഫ്ലക്റ്റഡ് റേസ് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? റിഫ്ലക്റ്റഡ് റേസ് നമ്മൾ എപ്പോഴാ ഇമേജ് ഫോം ചെയ്യുന്ന പഠിച്ചേ? കോൺകേവ് പഠിച്ചപ്പോ എപ്പോഴാണ് നമ്മൾ ഇമേജ് ഫോം ചെയ്യുന്നത്? പാരലായിട്ട് കുറെ റേസ് വന്നു, അത് മിററിൽ റിഫ്ലക്ട് ചെയ്തിട്ട് അത് ഏയ് ഇവരെന്തേ പറഞ്ഞത്? ആ മീറ്റ്, അത് തന്നെ. ഓക്കെ, മീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ മീറ്റ് ചെയ്തിട്ടുണ്ടാവോ? മീറ്റ് ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾ അവിടെ ഇമേജ് കണ്ടേനെ. ആ റിഫ്ലക്റ്റഡ് റേസ് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? മീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ? ഓക്കെ, ഞാൻ ചോദിച്ചെന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി എവിടെയാ നിങ്ങൾ ഇമേജ് കണ്ടേ? എവിടെയാ ഇമേജ് കണ്ടേ വിഷ്ണു? എവിടെയാണ് നിങ്ങൾ കോൺവെക്സിൽ ഇമേജ് കണ്ടേ? ഇമേജ് ബാക്ക്. ബിഹൈൻഡ് ദ മിറർ അല്ലെ? മിററിന്റെ പുറകിൽ ആണ് നമ്മൾ എന്ത് കണ്ടത്? ഇമേജ് കണ്ടത്. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യനുള്ള ആൻസർ ആയി അല്ലെ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി. കോൺവെക്സ് മിറർ ഫോംസ് ഇമേജ് ബിഹൈൻഡ് ദ മിറർ. ഓക്കെ, അത് ട്രൂ ആണ്. നിങ്ങൾ ട്രൂ ഓർ ഫോൾസ് എന്ന് എഴുതണ്ട, നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, കോൺവെക്സ് മിറർ ഇമേജ് ഫോം ചെയ്തത് എവിടെയാണ്? ബിഹൈൻഡ് ദ മിറർ. ഓക്കെ, കുര്യൻ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോ. ഇമേജ് ഓഫ് എ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ഫോംഡ് ബൈ കോൺവെക്സ് മിറർ ഈസ്. അതായത് ഒരു ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിന്റെ, വളരെ ദൂരെയുള്ള ഒരു ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിന്റെ ഇമേജ് കോൺവെക്സ് മിറർ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ക്വസ്റ്റ്യൻ. വായിച്ചോ. ഇറക്റ്റ് ഓർ ഇൻവേർട്ടഡ്. ഇറക്റ്റ് ആയിരുന്നോ ഇൻവേർട്ടഡ് ആയിരുന്നോ? നിങ്ങൾക്ക് ആ കിട്ടിയ ഇമേജ് ഇറക്റ്റ് ആണോ ഇൻവേർട്ടഡ് ആണോ? ആ മിററിൽ നോക്കിയപ്പോ കിട്ടിയത് ഇൻവേർട്ടഡ് ആയിരുന്നോ മിററിൽ? കുര്യൻ നോക്കിയായിരുന്നോ? ഇമേജ് കിട്ടിയില്ല. മിററിൽ ഇറക്റ്റ് ആയിരുന്നു. ഓക്കെ, ഇറക്റ്റ് ഇമേജ് ആയിരുന്നു. അപ്പൊ ബിഹൈൻഡ് ദ മിറർ ഫോം ചെയ്ത ഇമേജ് ഇറക്റ്റ് ആണ്. ഇനി അടുത്തത് സാബിത്ത്, അടുത്ത എന്താ? ഹൈലി ഡിമിനിഷ്ഡ് ഓർ ഹൈലി ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണോ എൻലാർജ്ഡ് ആണോ സെയിം സൈസ് ആണോ? മിററിൽ എങ്ങനെയാ കണ്ടത് നിങ്ങൾ ഇമേജ്? സെയിം സൈസ് എന്ന് പറയുമ്പോ എങ്ങനെയാണെന്നറിയോ? എന്താ അതിനകത്ത് കണ്ടേ? സാബിത്ത് എന്താ അതിനകത്ത് കണ്ടേ? എന്താണ് സാബിത്ത് അതിനകത്ത് ഇമേജ് കണ്ടത് മിററിന്? ട്രീസ്. സാബിത്തിന്റെ മിററിന് ട്രീസിന്റെ വലിപ്പം ഉണ്ടോ? ട്രീസിന്റെ സൈസ് ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ ട്രീ അതിനകത്ത് കണ്ടേ? സെയിം സൈസ് ആണെങ്കിൽ സെയിം സൈസ് ആണോ? അപ്പൊ അല്ല. എൻലാർജ്ഡ് ആണോ? അതിനും വലുതാണോ മിറർ? ഇങ്ങനെ ഹൈലി ഡിമിനിഷ്ഡ് അല്ലേ? ആ മരങ്ങളൊക്കെ ഇതിന്റെ അകത്ത് വളരെ കുഞ്ഞിതായിട്ട് കണ്ട. അപ്പൊ ഹൈലി ഡിമിനിഷ്ഡ്. ഓക്കെ, ഹൈലി ഡിമിനിഷ്ഡ്. സെയിം സൈസ് ഒന്നും പറയരുത് കേട്ടോ. ഹൈലി ഡിമിനിഷ്ഡ്. ഓക്കെ, ദിയ ഖദീജ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചോ. ഹൈലി ഡിമിനിഷ്ഡ് എന്ന് മാത്രം എഴുതി വെക്കരുത് കേട്ടോ. അല്ല, ആ ക്വസ്റ്റ്യന്റെ ഇതും കൂടെ എഴുതിയിട്ട് വേണം എഴുതാനായിട്ട് കേട്ടോ. ഇമേജ് ഫോംഡ് എന്ന് എഴുതിയിട്ട് വേണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ കേട്ടോ. ഇത് എക്സാം അല്ല. നിങ്ങൾ അവിടെ ഹൈലി ഡിമിനിഷ്ഡ് മാത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വായിക്കുമ്പോൾ മനസ്സിലാവണം എന്താന്ന്. ഓക്കെ, ഖദീജ വായിച്ചോ. ഫോർത്ത് ക്വസ്റ്റ്യൻ വായിച്ചോ. ഇപ്പൊ ഓഡിയോ ഓണാക്കി ഖദീജ വായിച്ചേനിപ്പോ. Parallel rays after reflection from convex mirror dash at the point. ഡാഷ് അറ്റ് ദ പോയിന്റ്. മീറ്റ് ചെയ്യുന്നുണ്ടോ ഖദീജ? നോ. പക്ഷെ മീറ്റ് ചെയ്യുന്നില്ല എന്നൊരു ഓപ്ഷൻ അവിടെ ഇല്ല അല്ലേ? അവിടെ രണ്ട് ഓപ്ഷൻ ഉള്ളൂ. ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യണം? മീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടാമത്തെ വേർഡ് എന്താ? Appear to meet.
അപ്പിയർ ടു മീറ്റ്. എന്താ അപ്പിയർ ടു മീറ്റ് എന്ന് പറഞ്ഞ അറിയോ? അപ്പിയർ ടു മീറ്റ് എന്താന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? അപ്പിയർ ടു മീറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം കാർത്തിക പറഞ്ഞോ. If these reflected light rays, the points of incidence are traced back to the back of the mirror, then you can see that all of them meet behind the mirror. സിമ്പിൾ ആയിട്ട് പറഞ്ഞ മീറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നണം. ഓക്കെ, മീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, മീറ്റ് ചെയ്ത പോലെ നമുക്ക് തോന്നണം. അതാണ് കാർത്തിക പറഞ്ഞത്. അതായത് നമ്മൾ എന്ത് ചെയ്യും, ആ റേസ് ഇത് ഇങ്ങനെ റേസ് വരുമ്പോ ഇങ്ങനെയായിരിക്കും നമ്മുടെ നേരെ റേസ് വരിക അല്ലെ, ഡൈവേർ ചെയ്തായിരിക്കും വരിക. അപ്പൊ കാർത്തിക പറയാണ് സാർ എന്ത് ചെയ്യുക, അത് ട്രേസ് ബാക്ക് ചെയ്താ ബാക്കിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. അവിടെ ആക്ച്വലി മീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അവിടെ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ മീറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുവാണ്. ഓക്കെ, കാരണം ഈ റേ ഇങ്ങനെ നമ്മുടെ നേരെ വരുന്നത്, ഈ റേ ഇങ്ങനെ നമ്മുടെ നേരെ വരുന്നത്. ഓക്കെ, ഡൈവേർ ചെയ്ത് അപ്പൊ ഈ ലൈറ്റർ എന്ത് ചെയ്യും, മിററിന്റെ ബാക്കിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുവാണ്. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പൽ ഫോക്കസ് കോൺവെക്സ് മിററിന്റെ കേസിൽ മിററിന്റെ ഫ്രണ്ടിലായിരിക്കില്ല. എവിടെയായിരിക്കും ഫോം ചെയ്യുക മെറീന മാത്യു? കോൺവെക്സ് മിററിൽ ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസ് എവിടെയായിരിക്കും ഫോം ചെയ്യുക? ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും. ഓക്കെ, നമുക്കിത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ, ഇല്ല മെറീന അല്ലെ? ഇത് അങ്ങനെയായിരിക്കും അങ്ങോട്ട് പോവും, ബാക്കിലേക്ക് ചെല്ലും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ നമുക്ക് തെളിയിക്കണം അല്ലെ. അപ്പോ ഞാനൊന്ന് വീഡിയോ കാണിക്കാം, നിങ്ങൾ നോക്കാട്ടോ. ഓക്കെ, ഒരു ലേസർ ലൈറ്റ് വെച്ചിട്ട് ഒരു വീഡിയോ ഉണ്ടാവുന്ന കാണുക. എങ്ങനെയാണ് ലൈറ്റ് റേ അപ്പിയർ ടു മീറ്റും മീറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ ഇന്നലെ ഓൾറെഡി ഒരെണ്ണം കണ്ടു അല്ലെ, കൺവേർജ് ചെയ്യുന്ന അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ അപ്പിയർ ടു മീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് കാണാം. ഓക്കെ സാർ, പറഞ്ഞോ. ശരിക്കും കോൺവെക്സ് മിറർ റിഫ്ലക്ട് ചെയ്തിട്ട് സ്ക്രീനിൽ കാണാൻ പറ്റുമോ? ഇല്ല, ഇൻഫിനിറ്റി ദൂരെ വെച്ചാൽ കാണാൻ പറ്റില്ല. ഇനി അടുത്ത് വെച്ചാൽ കാണാൻ പറ്റുമോ നമ്മൾ ഇനി ചെയ്തു നോക്കണം. അത് നമുക്ക് ചെയ്തു നോക്കണേ. ഓക്കെ, ഇത് നമ്മൾ ഇന്നലെ ചെയ്ത അല്ലെ ഒരു കോൺവെക്സ് മിററിൽ പാരലായിട്ട് വരുന്ന ലൈറ്റർ എല്ലാം കൂടി ചെന്നിട്ട് ഒരു പോയിന്റിൽ കൂടെ കടന്നുപോയി. ആ പോയിന്റ് എന്തെന്നായിരുന്നു വിളിക്കുക മുഹമ്മദ് നായിഫെ? ആ പോയിന്റ് എന്തെന്നാ വിളിക്കുക? ആ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ലൈവ് അല്ലാന്ന് തോന്നുന്നു ക്ലാസ്സില്. അല്ല ലൈവ് അല്ല. അതെയോ? ആ ഓക്കെ, പറഞ്ഞോ. പ്രിൻസിപ്പൽ ഫോക്കസ് അല്ല, ഞാൻ ഇടയ്ക്ക് മറന്നു ഇങ്ങനെ, അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കൂ കേട്ടോ, നിങ്ങൾ എനിക്ക് ആൻസർ തന്നെ. ഓക്കെ, അപ്പൊ ആ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇത് മാറ്റിയിട്ട് നമ്മൾ ഈ മിറർ മാറ്റുവാണ്, എന്നിട്ട് തിരിച്ചു വെക്കും. അപ്പൊ അത് കോൺവെക്സ് ആവുമല്ലോ. ഓക്കെ, അപ്പൊ കോൺകേവിന്റെ കാര്യം അത് മാറ്റിക്കോളൂ, ഞങ്ങൾക്ക് ക്ലിയർ ആയി. ഞങ്ങൾ ഇതെല്ലാം പഠിച്ചു. ഒരു പോയിന്റിലേക്ക് ഡൈവേർ ചെയ്യുന്നുള്ള കൺവേർട്ട് ചെയ്യുന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി അല്ലേ. ഓക്കെ, അത് മാറ്റിക്കോളാൻ പറയൂ. അടുത്ത് വെക്കൂ, കോൺവെക്സ് വെക്കൂ. ഞങ്ങൾ കോൺവെക്സ് പഠിക്കട്ടെ. ഇല്ല, അത് മാറ്റുന്നില്ല, പുള്ളി പറഞ്ഞ ലക്ഷണില്ല. ഓക്കെ, നമുക്കൊന്ന് തിരിക്കാം, കുറച്ച് ഓടിച്ചു വിടാം. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. പാരലായിട്ടാണ് ലൈറ്റ് എങ്കിൽ അത് ചെല്ലുന്നത് ഫോക്കസിലേക്കായിരിക്കും. ഓക്കെ, ഇനി നമുക്കൊരു പിടിച്ചു ഒരു കോൺവെക്സ് കണ്ടോ കേട്ടോ. ശരിക്കും നോക്കിക്കൊള്ളണേ. കോൺവെക്സിൽ സംഭവിച്ചപ്പോ കണ്ടാ, പാരലായിട്ട് വരുന്ന ലൈറ്റ് ഒക്കെ റിഫ്ലക്ട് ചെയ്തിട്ട് കൺവേർജ് ചെയ്യുവാണ് ചെയ്ത. അമാൻ ഷാഹിറെ, കൺവേർജ് ചെയ്യുവാണ് ചെയ്തേ? പിന്നെന്താ ചെയ്തേ? ഡൈവേർജ് ചെയ്തു അല്ലെ. കൺവേർജ് എന്ന് പറയും, ഇതിന് ഡൈവേർജ് എന്ന് പറയും. ഈ ഡൈവേർജ് ചെയ്യുന്ന റേസ് ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ ട്രേസ് ബാക്ക് ചെയ്ത ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. അല്ലെങ്കിൽ കുറച്ചുകൂടി വേറൊരു രീതിക്ക് പറയുവാണെങ്കിൽ ഈ ലൈറ്റർ എല്ലാം വരുന്നത് ഒരു പോയിന്റിലായിരിക്കും. വരുന്നത് പോലെ നമുക്ക് തോന്നും, വരുന്നില്ല അവിടെ നിന്ന്. ഓക്കെ, മിററിന്റെ പുറകിൽ ഒരു പോയിന്റിൽ നിന്ന് വരുന്നത് പോലെ ആയിരിക്കും നമുക്ക് തോന്നുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ 3 റേസും കൂടെ ബാക്കിലേക്ക് വരച്ചിട്ട് ആ പോയിന്റ് കാണിക്കും. മിററിന് അപ്പുറത്തേക്ക് കാണിക്കുമ്പോൾ നമ്മൾ അത് ഡോട്ടഡ് ഇട്ടാ കാണിക്കുന്നത്. ശരിക്കും അവിടെ നിന്ന് ലൈറ്റർ വരുന്നുണ്ടോ? ഇല്ല അല്ലെ. അവിടെ നിന്ന് ലൈറ്റർ വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. മിററിന്റെ ബാക്കിൽ ഒരു പോയിന്റിൽ നിന്നാണ് ഈ ലൈറ്റ് റേസ് വരുന്നതെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ലൈറ്റർ വരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ ഇമേജ് കാണും. അപ്പൊ ഒരു ഇമേജ് നമ്മൾ കാണണമെങ്കിൽ അവിടെ 2 ഓപ്ഷൻ ആണുള്ളത്. ഒന്നല്ലെങ്കിൽ ലൈറ്റ് റേസ് മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ലൈറ്റ് റേസ് മീറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നണം. ഓക്കെ, ആക്ച്വലി ലൈറ്റ് റേസ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഫോം ചെയ്യുന്ന ഇമേജിനെയാണ് റിയൽ ഇമേജ് എന്ന് വിളിക്കുന്നത്, നമ്മൾ കോൺകേവിൽ കിട്ടിയത്. ഓക്കെ, ഇനി മീറ്റ് ചെയ്യുന്നില്ല, ആക്ച്വലി ലൈറ്റ് റേ മീറ്റ് ചെയ്യുന്നില്ല, പക്ഷെ മീറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുവാണ്. അങ്ങനെയാണെങ്കിൽ ആ ഇമേജിനെയാണ് നമ്മൾ വിർച്വൽ ഇമേജ് എന്ന് വിളിക്കും. അതാണ് ഇവിടെ കിട്ടിയത്.
കോൺകേവിൽ കിട്ടിയ ഇമേജിന്റെ പേരാണ് റിയൽ ഇമേജ്. റിയൽ ഇമേജ് നമുക്ക് എപ്പോഴും കിട്ടുക സ്ക്രീനിലായിരിക്കും. വിർച്വൽ ഇമേജിന് നമുക്ക് സ്ക്രീനിൽ കിട്ടുകയില്ല. അത് നമുക്ക് എവിടെ കിട്ടുള്ളൂ? മിററിലേ കിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇതൊന്ന് വരച്ചെടുക്കാം. ഓക്കെ, പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുക കേട്ടോ. ഒരു പെൻസിൽ കൊണ്ടാണെങ്കിൽ ആ സൈഡിൽ ഒന്ന് എഴുതിയെടുക്കുക പറയുന്ന കാര്യങ്ങളൊക്കെ. വെറുതെ കേട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുതേ. ഓക്കെ, നമ്മൾ ഇന്നലെ കോൺവെക്സ് ആണ് പഠിച്ചത് അല്ലെ? ബോർഡ് ക്ലിയർ അല്ലേ? ബോർഡ് ക്ലിയർ അല്ലേ പറയണേ? ഓക്കെ, ഇന്ന് നമ്മൾ കോൺകേവിൽ എങ്ങനെയാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു കോൺകേവ് മിറർ വരയ്ക്കാം. അപ്പൊ അതിന്റെ വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. കോൺകേവ് വരയ്ക്കേണ്ട അടുത്ത് പോയിട്ട് കോൺവെക്സ് വരച്ചു വെക്കരുതേ. ഓക്കെ, അതിന്റെ ആ ഷേപ്പ് ഒക്കെ പഠിച്ചു വെക്കണം. നിങ്ങൾ തന്നെ വരച്ചോ. നിങ്ങൾ ഇനി എന്റെ നോക്കി നിൽക്കണ്ട, നിങ്ങൾ വരച്ചോ. നിങ്ങൾക്കൊക്കെ അറിയാം ഒരു കോൺവെക്സ് മിററിന്റെ ഷേപ്പ് എങ്ങനെയാന്ന്. ഷെയാൻ, ഷെയാൻ, ഈ കോൺവെക്സ് മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചർ എവിടെയാ? മിററിന്റെ ഫ്രണ്ടിലായിരിക്കും, മിററിന്റെ ബാക്കിലായിരിക്കോ? ഫ്രണ്ടിലായിരിക്കും, അതായത് ലെഫ്റ്റ് സൈഡില് അല്ലെ? ശരിയാണോ ഫയാസെ? എവിടെയായിരിക്കും? മിററിന്റെ ഫ്രണ്ടിലായിരിക്കും, മിററിന്റെ ബാക്കിലായിരിക്കും സെന്റർ ഓഫ് കർവേച്ചർ വരിക കോൺവെക്സ് മിററില്? അതിൽ നോക്ക്, അതിൽ നോക്കിയിട്ട് സ്പിയർ എവിടെയാണെന്ന് നോക്ക്. സ്പിയറിലെ സെന്റർ എവിടെയാന്ന് നോക്ക്. സെന്റർ മിററിന്റെ ബാക്കിലാണോ ഫ്രണ്ടിലാണോ നോക്ക്. സിമ്പിൾ. ലെഫ്റ്റ് സൈഡിൽ, അതായത് ഫയാസിന്റെ റൈറ്റ് സൈഡില് അല്ലേ? ഇതുപോലും അറിയില്ലേ? സെന്റർ ഓഫ് കർവേച്ചർ എവിടെയാണ്? നിങ്ങൾ നോക്കുക. സ്പിയർ എങ്ങനെയാ? സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. സർക്കിൾ എപ്പുറത്താ വരിക? അപ്പൊ സെന്റർ ഓഫ് കർവേച്ചർ മിററിന്റെ ബാക്കിലായിരിക്കും. ശ്രദ്ധിക്കണം കേട്ടോ, ഇത് തെറ്റ് വരുത്തുന്ന പിള്ളേര് കോൺവെക്സ് മിറർ വരച്ചു വെച്ചിട്ട് പോയിട്ട് ഇപ്പറ കൊണ്ടുപോയിട്ട് സെന്റർ ഓഫ് കർവേച്ചർ വരയ്ക്കും. ഓക്കെ, നിങ്ങൾ ആ സർക്കിളിന്റെ ഷേപ്പ് നോക്കിയാൽ മതി. അപ്പൊ സെന്റർ ഓഫ് കർവേച്ചർ വരുന്ന മിററിന്റെ ബാക്കിൽ. അറിയില്ലാത്തവർ അവിടെ എഴുതി വെക്കുക കേട്ടോ. സെന്റർ ഓഫ് കർവേച്ചർ വരുന്നത് മിററിന്റെ ബാക്കിലായിരിക്കും. സി എവിടെയായിരിക്കും? ബാക്ക് സൈഡ് ഓഫ് മിറർ. ഓക്കെ, കോൺവെക്സ് മിറർ കേട്ടോ, കോൺകേവിലല്ല, കോൺവെക്സിൽ. ഓക്കെ, മിററിന്റെ ബാക്ക് സൈഡിലാണ് സെന്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, ഇനി എവിടെയായിരിക്കും? നമുക്ക് എവിടെ എഫ് മാർക്ക് ചെയ്യാൻ ജോബി? ജേക്കബ് ജോബി, എവിടെയാ നമ്മൾ എഫ് മാർക്ക് ചെയ്യാ? എഫും സിയും തമ്മിൽ ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ട് അല്ല? എഫും ആറും തമ്മിൽ ഈ ഡിസ്റ്റൻസ് അല്ലേ 6? ഈ ഡിസ്റ്റൻസ് ആണ് 6 അല്ലെ? അങ്ങനെയാണെങ്കിൽ എഫ് എവിടെ വരയ്ക്കും? എഫ് എത്രയാണെന്ന് നമ്മൾ പഠിച്ചേക്കുന്നത്. 6ഉം എഫ് തമ്മിലുള്ള റിലേഷൻ എന്താ? r/2. അപ്പൊ എവിടെ വരയ്ക്കും? റേഡിയസിന്റെ പകുതിയില്. എവിടെ വരയ്ക്കും? പിയുടെയും സിയുടെയും നടുക്കായിട്ട്. നടുക്ക് അല്ലെ? പിയുടെയും സിയുടെയും നടുക്കായിരിക്കും ഫോക്കസ് വരിക. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ, അതായത് പാരലായിട്ട് റേസ് വരയ്ക്കാം. നമ്മൾ പാരലായിട്ട് റേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡിസ്റ്റന്റ് ഒബ്ജക്ട് നമ്മൾ കൺസിഡർ ചെയ്തത് കേട്ടോ. കാരണം ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് പാരലൽ ആണ്. ഓക്കെ, കണ്ട 2 റേ വരച്ചാൽ മതി അല്ലെ? മീറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ നമുക്ക് മിനിമം 2 റേ മതിയല്ലോ. കാരണം ഇനിയിപ്പോ നിങ്ങൾ 100 റേ വരച്ചാൽ അതെല്ലാം മീറ്റ് ചെയ്യുന്ന പോയിന്റ് അതാണ്. അതുകൊണ്ട് നിങ്ങൾ 2 റേ വരച്ചാൽ മതി. ഓക്കെ, ഈ 2 റേസ് ചെന്ന് മിററിൽ എങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്ന നമ്മൾ പഠിച്ചേ? സാന്ദ്ര, എങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോകുന്ന പഠിച്ചേ? ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നല്ല പഠിച്ചേ? ഒരു പോയിന്റിലേക്ക് ഈ ലൈറ്റർ എല്ലാം മീറ്റ് ചെയ്യുന്നല്ല പഠിച്ചേക്കുന്നേ? കണ്ടോ തലയാട്ടുന്ന? കണ്ട ആണോ? ബേസിലെ ഒരു പോയിന്റിലേക്ക് മീറ്റ് ചെയ്യുന്നതാണോ നമ്മൾ പഠിച്ചേ? നിങ്ങൾ ശ്രദ്ധിക്കണല്ലോ കേട്ടോ, നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കല. ഗ്രിഗർ ബേസിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതാണോ പഠിച്ചേ? അല്ല, മീറ്റ് ചെയ്യില്ല. പിന്നെന്താണ് സാന്ദ്ര മീറ്റ് ചെയ്യുന്ന പറയുന്നത്? ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യില്ല അല്ലെ? ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. ഓക്കെ, ഇത് ഡൈവേർജ് ചെയ്ത് പോകും.
ഇത് എങ്ങനെ ഡൈവേർജ് ചെയ്ത് പോവാ? ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, എഴുത്ത് നിർത്തിട്ടോ, ഇവിടെ ശ്രദ്ധിക്കുക, ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ഇത് എങ്ങനെ ഡൈവേർജ് ചെയ്യാന്നറിയോ? ഒരു പോയിന്റിൽ നിന്നും, അതായത് മിററിന്റെ ബാക്കിൽ ഒരു പോയിന്റിൽ നിന്ന് വരുന്ന പോലെ, അതായത് ആ പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് വിളിക്കുന്നത്, കണ്ടോ? ആ ഒരു പോയിന്റിൽ നിന്ന് വരുന്ന പോലെ ആയിരിക്കും ഈ ലൈറ്റ് റേ പോവാ. വെറുതെ ഡൈവേർജ് ചെയ്ത് പോവല്ല, ഈ ഫോക്കസ് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ നിന്ന് വരുന്നത് പോലെ ഈ ലൈറ്റ് റേ റിഫ്ലക്ട് ചെയ്യും. കോൺവെക്സ് മാറിപ്പോരുത് കേട്ടോ, കോൺകേവ് അല്ല, കോൺവെക്സില്. ഓക്കെ, ഇനി നമ്മൾ ആ ബാക്കിൽ നിന്ന് ലൈറ്റ് റേ ഒന്നും വരുന്നില്ല, നമ്മൾ കണ്ടതല്ലേ, ബാക്കിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ലൈറ്റ് റേയും വരുന്നില്ല, നമുക്കത് ഫീൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ബാക്കിലെ പോർഷൻ ഒന്ന് ഡോട്ടഡ് ആയിട്ട് കാണിച്ചേക്കും, കാരണം ഇവിടെ നിന്ന് ലൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, സാന്ദ്രയ്ക്ക് ക്ലിയർ ആണോ? സാന്ദ്ര ക്ലിയർ ആണ്? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട്, അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? റേ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഫോർ എ കോൺവെക്സ് മിറർ ആഫ്റ്റർ റിഫ്ലക്ഷൻ ദ റേസ് വിൽ അപ്പിയർ ടു മീറ്റ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അപ്പിയർ ടു ഡൈവേർജ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പിയർ ടു ഡൈവേർജ് ഫ്രം എ പോയിന്റ്, ഒരു പോയിന്റിൽ നിന്നും വരുന്നത് പോലെ. ആ അപ്പിയർ ടു എന്ന വാക്ക് അവിടെ ചേർക്കണം കേട്ടാ, കാരണം മീറ്റ് ചെയ്യണില്ല അത് കേട്ടാ. അപ്പിയർ ടു മീറ്റ് എന്ന് പറയുന്ന മീറ്റ് എന്ന് പറയുന്ന രണ്ടാണ്. അപ്പൊ കോൺവെക്സില് മീറ്റ് ചെയ്യുന്നില്ല, അപ്പിയർ ടു മീറ്റ് ചെയ്യുന്നത് പോലെ. നീ റിഫ്രാക്ഷൻ പഠിക്കുമ്പോഴും ഈ വേർഡ് കയറി വരും, അപ്പിയർ ടു എന്നുള്ള വേർഡ് കയറി വരും. അപ്പൊ അതെന്താന്ന് മനസ്സിലാക്കാം. അപ്പൊ എഴുതിക്കോ, നിങ്ങൾ തന്നെ എഴുതിക്കോ, നിങ്ങൾ തന്നെ ഡിഫൈൻ ചെയ്തോ. ആ കോൺകേവില് പറഞ്ഞ പോലെ തന്നെയാണ് അല്ലെ. ഒരു മാറ്റം എന്ന് പറയുന്ന കോൺകേവില് എന്താ എഴുതിയ? കോൺകേവില് ആഫ്റ്റർ റിഫ്ലക്ഷൻ ദ റേസ് വിൽ മീറ്റ് എന്ന് എഴുതിയ. ഇവിടെ എന്തെന്ന് എഴുതണം? അപ്പിയർ ടു മീറ്റ് എന്ന് എഴുതുക. അതിന്റെ മേളിലൊന്ന് എഴുതി വെച്ചേക്കുക, അപ്പിയർ ടു ഡൈവേർജ് ഫ്രം എ പോയിന്റ് എന്ന് കേട്ടോ. ഡൈവേർജ് എന്ന വാക്കുകൂടി നിങ്ങൾ പഠിച്ചോ. ഓക്കെ, അപ്പിയർ ടു ഡൈവേർജ് ഫ്രം എ പോയിന്റ്, ഒരു പോയിന്റിൽ നിന്നും വരുന്നത് പോലെ. Appear to diverge from a point. Rays parallel to the principal axis for a convex mirror. Concave ഇവിടെ convex ആണ്. Convex mirror. After reflection, the rays will appear to diverge from a point or appear to meet at a point. എഴുതിയാ ഫവാസ്? ഫവാസെ, നമ്മൾ 2 ടൈപ്പ് ഇമേജുകളെ കുറിച്ച് ഇടയ്ക്ക് പറഞ്ഞു പോയിരുന്നു. ഏതൊക്കെയാണ്, ഓർക്കുന്നുണ്ടോ? മിടുക്കൻ. റിയൽ ഇമേജും വിർച്വൽ ഇമേജും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇമേജ് ഫോർമേഷനാ. കാര്യം നമ്മളിപ്പോ ഇമേജ് ഫോർമേഷൻ കണ്ടു, എന്നാലും നമുക്ക് ഈ പറയുന്ന അത് നമുക്ക് ഇമേജ് ഫോർമേഷൻ കാണിക്കാണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. മീറ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് കാണിക്കണമെങ്കിൽ എങ്ങനെ മീറ്റ് ചെയ്യിക്കുക? ഓക്കെ, അല്ലെ ഈ പറഞ്ഞ പോലെ അതിൽ കാണിച്ച പോലെ ലേസർ ലൈറ്റ് ഒക്കെ വെച്ച് കാണിക്കണം, അതൊക്കെ കോസ്റ്റ്ലി ആണല്ലോ. അപ്പൊ നമുക്ക് എളുപ്പത്തിലും ഇമേജ് മീറ്റ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഇമേജിനെ കാണിച്ചത്. ഇനിയാണ് നമ്മൾ ഇമേജ് ഫോർമേഷൻ എന്താണെന്നും അതിനെക്കുറിച്ചൊക്കെ ഡീപ്പായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ഹെഡിങ് കൊടുക്കുക. ഇപ്പൊ നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് ഡിഫൈൻ ചെയ്തേ ഉള്ളൂ. അപ്പൊ ഇത്രയും മനസ്സിലാക്കുക, പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റ് റേസ് ഫോക്കസ് എന്നൊരു പോയിന്റിൽ മീറ്റ് ചെയ്യും. എവിടെ? കോൺകേവ് മിററിൽ. ഇനി പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റ് റേസ് ഫോക്കസ് എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് മീറ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കും ഏതില്? കോൺവെക്സ് മിററിൽ. അല്ലെങ്കിൽ ഫോക്കസ് എന്നൊരു പറയുന്ന പോയിന്റിൽ നിന്നും വരുന്നത് പോലെ ആയിരിക്കും ലൈറ്റ് റേസ് പോവുക ആഫ്റ്റർ റിഫ്ലക്ഷൻ. ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവക്കി. പ്രിൻസിപ്പൽ ഫോക്കസ് കോൺകേവും കോൺവെക്സും ക്ലിയർ ആയിട്ടുള്ളവർ മാത്രം. ഓക്കെ ഓക്കെ, കൈതാധികം. വിശാലെ ചോദിച്ചോ? സാർ എനിക്കുണ്ടല്ലോ ഈ ഇത് വരച്ചിട്ടില്ലേ, കോൺവെക്സിന്റെയും കോൺകേവിന്റെയും ഈ ഡയഗ്രാം ഒക്കെ സാറ് വരച്ചില്ലേ? അതെനിക്ക് മനസ്സിലായില്ല. കാരണം കോൺകേവിന്റെ അതിൻ്റെ അകത്ത് മിറർ എന്നത് അകത്തോട്ട് ഇതായിട്ടല്ലേ ഇരിക്കുന്നത്, പക്ഷെ ഇവിടെ വരച്ചേക്കുന്നതില് പുറത്തോട്ട് പുഷ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എവിടെ? അല്ലല്ലോ, എവിടെ? ഇതോ?
ഇതിപ്പോ അതെന്നാന്നറിയോ, അതിനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇത് അകത്തേക്കാണോ പുറത്തേക്കാണോ ഇരിക്കുന്നത് വിശാലെ? ഇത് പുറത്തോട്ട് തള്ളിട്ട്. അപ്പൊ അപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോഴോ? എപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോ? ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോ? ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ അങ്ങോട്ട് തന്നെയല്ലേ, ഇങ്ങനെയല്ലേ അകത്തേക്കല്ലേ ഇരിക്കുന്നത്? ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ അകത്തേക്കല്ലേ? ഇത് ഇങ്ങനെ ഒരു സാധനം ഇരുന്ന് അകത്തേക്കെന്നല്ലേ മിഷാല് പറയാ, പുറത്തേക്കെന്നാണ്? ഇവിടെ നിന്ന് നോക്കുമ്പോ മിഷാൽ ഇവിടെ നിന്നാ നോക്കുന്നെങ്കിൽ അവിടുന്ന് നോക്കുന്നെങ്കിൽ ഏഹ് അല്ല, അങ്ങനെ നോക്കുമ്പോഴും ഇങ്ങനെ കേർഡ് ആയിട്ടല്ലേ ഇരിക്കുന്നത്? കേർവ്ഡ് ഇൻവേർഡ്, അകത്തേക്ക് ഇൻവേർഡ് ആയിട്ടല്ലേ, അകത്തേക്ക് കേർവ്ഡ് ആയിട്ടല്ലേ ഇരിക്കുന്നത് അല്ലേ? ഇപ്പുറത്ത് നോക്കുമ്പോഴോ? പുറത്തോട്ട് തള്ളിയിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനാണ് ഞാനൊരു വാക്ക് പറഞ്ഞത്. കോൺകേവ് മിറർ അകത്തേക്ക് കേർവ്ഡ് ഇൻവേർഡ് ആണെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. കോൺകേവ് മിറർ കേർവ്ഡ് ഇൻവേർഡ് ആണെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. കോൺകേവ് മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് കേർവ്ഡ് ഇൻവേർഡ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലെ? റിഫ്ലക്റ്റിംഗ് സർഫസ് കാണിക്കുന്ന അതിന് വേണ്ടിയിട്ടാ. അപ്പൊ റിഫ്ലക്റ്റിംഗ് സർഫസ് കാണിച്ചപ്പോൾ ഞാൻ അവിടെ എഴുതാൻ പറഞ്ഞിരുന്നു, ഷെയ്ഡ് ചെയ്യാത്തതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. അതുകൊണ്ട് ഷെയ്ഡ് ചെയ്തത് നിങ്ങൾ നോക്കണ്ട, ഷെയ്ഡ് ചെയ്തതല്ല, ഷെയ്ഡ് ചെയ്യാത്തത്. സപ്പോസ് ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്താൽ ഏത് പോർഷനാ നോക്കുക? കേർവ്ഡ് ഇൻവേർഡ് ആയിട്ടുള്ളതാണോ കേർവ്ഡ് ഔട്ട്വേർഡ് ആയിട്ടുള്ളതാണോ? അത് ഞാൻ ഷെയ്ഡ് ചെയ്തില്ലേ, അത് നോക്കണ്ട. ഷെയ്ഡ് ചെയ്യാത്ത നോക്ക്. ഇതാണ് കോൺകേവ്. മനസ്സിലായോ? ഇനി ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. ഇവിടെ ഷെയ്ഡ് ചെയ്തേക്കുന്നത് നോക്കണ്ട, ഷെയ്ഡ് ചെയ്തതല്ല നോക്കണ്ട, ഷെയ്ഡ് ചെയ്തിരിക്കുന്നതല്ല, ഷെയ്ഡ് ചെയ്യാത്ത, അതാണ് പോളിഷ്ഡ് സർഫസ്. നിങ്ങൾ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ് നോക്കണ്ടേ. അത് പിന്നെ ഒരു സൈഡ് കേർവ്ഡ് ഇൻവേർഡ് ആക്കി കഴിഞ്ഞാൽ മറ്റേ സൈഡ് കേർവ്ഡ് ഔട്ട്വേർഡ് ആവൂലേ, സ്വാഭാവികം കേട്ടോ. അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ നോക്കേണ്ടത് ഷെയ്ഡ് ചെയ്യാത്തത് കേട്ടോ. ഇനി ഇതില് പറഞ്ഞേ, ഇതിലെങ്ങനെയാ ഷെയ്ഡ് ചെയ്യാത്തത്? കേർവ്ഡ് ഔട്ട്വേർഡ് ആണോ കേർവ്ഡ് ഇൻവേർഡ് ആണോ? കേർവ്ഡ് ഔട്ട്വേർഡ്. അപ്പൊ ഇതിനെ എന്താ വിളിക്കുക? സിമ്പിൾ. ഓക്കെ, ഇനി അടുത്തതാണ് ഇമേജ് ഫോർമേഷൻ. അപ്പൊ അടുത്തൊരു ഹെഡിങ് കൊടുത്തേ, ഇമേജ് ഫോർമേഷൻ. ഇമേജ് ഫോർമേഷൻ. ഓക്കെ, ഇമേജ് ഫോർമേഷനിൽ നിങ്ങളിപ്പോ 2 ടൈപ്പ് ഇമേജുകളെ കുറിച്ചാണ് പഠിച്ചത് അല്ലെ? ഫസ്റ്റ് വൺ ഏതാണ്? റിയൽ ഇമേജ്. സെക്കൻഡ് വൺ വിർച്വൽ ഇമേജ്. റിയൽ ഇമേജും അതുപോലെ വിർച്വൽ ഇമേജും. ഇതെന്താന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. കാരണം ഇനി മുന്നോട്ട് പോകുമ്പോ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടോന്ന് സംശയമാണ്. ടെക്സ്റ്റിൽ ഇതില്ലെന്ന് തോന്നുന്നു ഇതിന്റെ ഒരു കമ്പാരിസൺ കേട്ടോ. അതുകൊണ്ട് ഒന്ന് എഴുതി വെച്ചേക്കാം. റിയൽ ഇമേജും വിർച്വൽ ഇമേജും തമ്മിലുള്ള, എന്നാ ടെക്സ്റ്റിൽ റിയൽ ഇമേജ് വിർച്വൽ ഇമേജ് എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് റിയൽ എന്നും എന്താണ് വിർച്വൽ എന്നും ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, പറയട്ടെ. ഇപ്പൊ നമുക്കറിയാം എങ്ങനെയാ റിയൽ ഇമേജ് ഫോം ചെയ്യുന്നതെന്ന് നമ്മളിപ്പോ പറഞ്ഞ നെസ്സലെ, എങ്ങനെയാ റിയൽ ഇമേജ് ഫോം ചെയ്യുന്നത്? മിററിൽ റിഫ്ലക്ട് ചെയ്തിട്ട് കൺവേർജ് ലൈറ്റ് റേസ് മീറ്റ് ചെയ്യുമ്പോൾ അത്രയും പറഞ്ഞാ പോരെ അല്ലെ? ലൈറ്റ് റേസ് ആക്ച്വലി മീറ്റ് ടു ഫോം റിയൽ ഇമേജ്. ലൈറ്റ് റേസ് ആക്ച്വലി മീറ്റ് ടു ഫോം റിയൽ ഇമേജ്. ചോദിച്ചോ? അറിയാണ്ട് ഹാൻഡ് റേസ് ചെയ്ത്. ഓക്കെ, മീറ്റ് ടു ഫോം റിയൽ ഇമേജ്. അപ്പൊ റിയൽ ഇമേജ് ഫോം ചെയ്യുന്നെങ്കിൽ ലൈറ്റ് റേസ് അവിടെ മീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അഫ്നിത. വിർച്വൽ ഇമേജ് ആവുമ്പോഴോ? അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ലൈറ്റ് ഡസൻ മീറ്റ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ എന്തെന്ന് എഴുതുക? അപ്പിയർ ടു മീറ്റ് എന്ന് എഴുതിക്കും കേട്ടോ. ഓക്കെ, എന്തായാലും മീറ്റ് വേണം കേട്ടോ, മീറ്റിലാണ് ശരിയാവില്ല. ഒന്നല്ലെങ്കിൽ മീറ്റ് ചെയ്യാം, ആക്ച്വലി അത് മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യണം. ഓക്കെ, അവിടെ ഒരു ഡെസിന്റ് എന്ന് ചേർത്താൽ മതി. എന്നിട്ട് ബ്രാക്കറ്റിൽ അപ്പിയർ ടു മീറ്റ് എന്ന് എടുത്ത് എഴുതണം കേട്ടോ. അപ്പിയർ ടു മീറ്റ് എന്ന് ബ്രാക്കറ്റിൽ എടുത്ത് എഴുതണം.
ഓക്കെ, ഇനി ജയശങ്കർ വേറെ എന്ത് പറയാൻ പറ്റും? സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റുമോ? റിയൽ ഇമേജും വിർച്വൽ ഇമേജും സ്ക്രീനുമായിട്ട് കണക്ട് ചെയ്തിട്ട്. വെർച്വൽ ഇമേജ് സ്ക്രീനിൽ കിട്ടില്ല. വെർച്വൽ ഇമേജ് സ്ക്രീനിൽ ഫോം ചെയ്യില്ല, റിയൽ ഇമേജ് സ്ക്രീനിൽ നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റും റിയൽ ഇമേജിന്. ഓക്കെ, എഴുതിക്കോ. ഇമേജ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഓൺ സ്ക്രീൻ അല്ലെ, റിയൽ ഇമേജ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഓൺ സ്ക്രീൻ, പക്ഷേ വിർച്വൽ ഇമേജ് കനോട്ട് ബി ഒബ്റ്റെയിൻഡ് ഓൺ സ്ക്രീൻ. വിർച്വൽ ഇമേജ് നമുക്ക് സ്ക്രീനിൽ കിട്ടൂല. ഓക്കെ, നിലൂഫറ ഒരു പോയിന്റ് കൂടെ പറയാൻ പറ്റുമോ? അത് എവിടെ ഇൻഫ്രണ്ട് ആണോ ബിഹൈൻഡ് ആണോ എന്ന് വെച്ചിട്ട് ഒരു പോയിന്റ് പറയാൻ പറ്റുമോ? ബിഹൈൻഡ് അല്ല, ഫ്രണ്ടില്. എന്ത് ഇമേജ്? ഏത് ഇമേജ്? മറ്റേ ഇത് റിഫ്ലക്ട് ചെയ്ത് ഏത് ഇമേജ് ആണ് ഇൻഫ്രണ്ട് എന്ന് പറഞ്ഞ? റിയൽ ആണോ വിർച്വൽ ആണോ? വിർച്വൽ. വിർച്വൽ എന്ന് പറഞ്ഞാൽ മിററിന്റെ, അതായത് കോൺവെക്സ് വെച്ചപ്പോ കിട്ടിയത് മിററിന്റെ ഫ്രണ്ടിലായിരുന്നോ? അല്ല, പുറകില്. ഇങ്ങനെ ചോദിക്കും ഒരാൾ എക്സാമിന് വന്ന്, ഒരാളെ നിർത്തേണ്ടവർ ഇങ്ങനെ ചോദിക്കാൻ. ആകാശേ, എങ്ങനെയായിരിക്കും ആകാശേ? ക്ലാസ്സിലില്ലായിരുന്നോ? ഞാൻ ഈ ഇടയ്ക്ക് ചോദിക്കണത് നിങ്ങൾ ക്ലാസ്സിൽ ലൈവ് ആണോ എന്ന് അറിയാൻ വേണ്ടിട്ടാ. അല്ലാണ്ട് ഇതൊക്കെ ഇവർക്ക് അറിയാൻ വേണ്ടി, ഇവരൊക്കെ ഇത് അറിഞ്ഞിട്ടിരിക്കതേ. അമലിനോടൊക്കെ ഇപ്പൊ ചോദിച്ചാൽ അമല് പറയും അല്ലെ? അമൽ ഒന്ന് പറഞ്ഞോടത്തെ. അപ്പൊ ക്ലാസ്സിൽ ലൈവ് ആണോ എന്ന് അറിയാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അമലെ പറഞ്ഞോ. സർ, വിർച്വൽ ഇമേജ് ബിഹൈൻഡ് ദ മിറർ ഏതാണ്, ഇൻഫ്രണ്ട് ഓഫ് ദ മിറർ ഏതാണെന്ന് ഞാൻ ചോദിച്ചോളൂ. റിയൽ ഇമേജ് ആണോ വിർച്വൽ ഇമേജ് ആണോ? ഇൻഫ്രണ്ട് ഓഫ് മിറർ നിങ്ങൾക്ക് കിട്ടിയത് ഏത് ഇമേജാ? അത് റിയൽ ഇമേജ്. റിയൽ നിങ്ങൾ സ്ക്രീൻ അല്ലേ പിള്ളേരെ വച്ചേ അവിടെ? ഇൻഫ്രണ്ട് ഓഫ് മിറർ നിങ്ങൾ സ്ക്രീൻ വെച്ചല്ലേ കിട്ടിയേ? അത് റിയൽ ഇമേജ് അല്ലേ? ഓക്കെ, അപ്പൊ റിയൽ ഇമേജ് ഫോം ചെയ്യുന്നത് ഇൻഫ്രണ്ട് ഓഫ് മിറർ ആണ്. വിർച്വൽ ഇമേജ് ഫോം ചെയ്യുന്നത് ബിഹൈൻഡ് ദ മിറർ ആണ്. ഓക്കെ, റിയൽ ഇമേജ് ഈസ് ഫോംഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. വിർച്വൽ ഇമേജ് ഈസ് ഫോംഡ് ബിഹൈൻഡ് ദ മിറർ. ബിഹൈൻഡ് ദ മിറർ എന്ന് എഴുതണം കേട്ടോ. ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ എന്ന് തന്നെ എഴുതണം. ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ, കാരണം ലെൻസിലേക്ക് വരുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, എന്താണ് റിയൽ ഇമേജ്, എന്താണ് വിർച്വൽ ഇമേജ് മനസ്സിലായല്ലോ? റിയൽ ഇമേജ് എന്ന് പറയുന്നത് പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റ് റേസ് മീറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ പാരലൽ എന്ന് പറയണ്ട, ലൈറ്റ് റേസ് മീറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന ഇമേജ് കേട്ടോ. അത് ഫോക്കസിൽ നമ്മൾ പറയുന്നതാണ്. ഇവിടെ നമുക്ക് പറയാം ലൈറ്റ് റേസ് മീറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന ഇമേജിനെയാണ് റിയൽ ഇമേജ് എന്ന് പറയുന്നത്. ലൈറ്റ് റേ അപ്പിയർ ടു മീറ്റ് ആണെങ്കിൽ അങ്ങനെ ഫോം ചെയ്യുന്ന ഇമേജിനെയാണ് വിർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. റിയൽ ഇമേജ് ഫോം ചെയ്യുന്നത് മിററിന്റെ ഫ്രണ്ടിലായിരിക്കും. വിർച്വൽ ഇമേജ് ഫോം ചെയ്യുന്നത് മിററിന്റെ ബാക്ക് സൈഡിലായിരിക്കും. സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ്, റിയൽ ഇമേജ് എന്തായിരിക്കും? തേർഡ് പോയിന്റ് എന്താ പറഞ്ഞേ? റിയൽ ഇമേജിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ബട്ട് വിർച്വൽ ഇമേജ് കനോട്ട് ബി ഒബ്റ്റെയിൻഡ് ഓൺ എ സ്ക്രീൻ. വിർച്വൽ ഇമേജിന് നമുക്ക് സ്ക്രീനിൽ കിട്ടൂല. ഓക്കെ, ഇത് മൂന്നും ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഇത് എങ്ങനെ ഇമേജ് കണ്ട് എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ഫിഗറും കൂടെ അവിടെ വരച്ചു വെച്ചു. റിയൽ ഇമേജും വിർച്വൽ ഇമേജും. ഓക്കെ, അതായത് നമ്മൾ ദൂരെ ഒരു ഫോർ എക്സാമ്പിൾ ഒരു മരം വരയ്ക്കാം, അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ എന്തെങ്കിലും. ഓക്കെ, ഒരു മരം. ഓക്കെ, മരം പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി ഈ മരത്തിൽ നിന്നുള്ള ലൈറ്റ് റേ നമ്മൾ ആദ്യം കോൺകേവ് അല്ലേ, നമ്മൾ ഒരു കോൺകേവ് മിറർ ഇവിടെ വരയ്ക്കും. ഓക്കെ, ഇതൊന്നും എക്സാമിന് വരയ്ക്കണ്ട കേട്ടോ. എക്സാമിന് ഈ മരവും ഇതൊന്നും വരച്ച് സമയം കളയരുതേ. ഇതൊക്കെ നമുക്ക് വെറുതെ മനസ്സിലാൻ വേണ്ടി, നമുക്ക് ബോധം ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. ഇതൊരു കോൺകേവ് മിറർ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറായ മരത്തിനേക്കാളും മരത്തിന്റെ സൈസ് തന്നെയാണോ കോൺകേവ് മിറർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും കേട്ടോ. കാരണം നമുക്കിപ്പോ നമ്മുടെ ബുക്കിൽ ഇതല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് മരത്തിനെ വലുതാക്കി ഒക്കെ വരച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പൊ തൽക്കാലം നമുക്ക് മരം ചെറുതാക്കി വരയ്ക്കാം. ഓക്കെ, വലുതാക്കി വരയ്ക്കണവർ വലുതാക്കി വരച്ചോ. ആ പേജ് ഫുൾ എടുത്തിട്ട് വലിയൊരു മരം വരച്ചിട്ട് അതിലൊരു ഇപ്പുറം ഒരു കോൺകേവ് കാണിച്ചു, ഒരു പ്രശ്നമല്ല. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ മരത്തിൽ, ഈ ട്രീയിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ കാണിക്കും. ഓക്കെ, ഈ ട്രീയിൽ നിന്ന് ലൈറ്റ് റേ കാണിക്കും. ഓക്കെ,
ഈ ട്രീയിൽ നിന്ന് ലൈറ്റ് റേ വരുന്നു. ഇതേ പോയിന്റിൽ നിന്ന് തന്നെ മറ്റൊരു ലൈറ്റ് റേ വരുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതേ പോയിന്റിൽ നിന്ന് തന്നെ ആദ്യം ലൈറ്റ് റേ വന്ന അതേ പോയിന്റിൽ നിന്ന് തന്നെ അടുത്തൊരു ലൈറ്റ് റേ വരുന്നു. ഓക്കെ, ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് അപ്രോക്സിമേറ്റ്ലി പാരലൽ ആയിരിക്കും. ഓക്കെ, ഈ പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റ് റേ എന്ത് ചെയ്യും? ആഫ്റ്റർ റിഫ്ലക്ഷൻ. ഓക്കെ, ആഫ്റ്റർ റിഫ്ലക്ഷൻ ദാ ഒരു പോയിന്റിലേക്ക് ചെന്ന് മീറ്റ് ചെയ്യുന്ന നമ്മൾ പഠിച്ച അല്ലെ. ഇൻ കേസ് ഓഫ് കോൺകേവ് മിറർ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഈ റേസ് രണ്ടും എവിടെ ചെന്നിട്ടുണ്ടാവും? ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്തായിരിക്കും കാണുക? ഈ മരത്തിന്റെ ഈ പോയിന്റ് കണ്ടോ? ഈ ഒരു പോയിന്റ് ആയിരിക്കും നമ്മൾ ഇവിടെ കാണുക. ഓക്കെ, അതിന്റെ ഇമേജ് ആയിരിക്കും ഇവിടെ കിട്ടുക. ഇങ്ങനെ എല്ലാ ലൈറ്റ് റേസ്, ഈ മരത്തിൽ നിന്ന് ഈ 2 ലൈറ്റ് റേ അല്ല വരുന്നത്, എല്ലാം ഈ മരത്തിന്റെ ഫുൾ, അതായത് ഈ ഒബ്ജക്റ്റിൽ നിന്ന് മുഴുവൻ ലൈറ്റ് റേസ് വരുന്നുണ്ട്. ഈ വരുന്ന ലൈറ്റ് റേസ് എല്ലാം ഇതുപോലെ കൺവേർട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ഒരു ഇമേജ് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അവിടെ ഒരു സ്ക്രീൻ കാണിച്ചേക്കാം. ചെറിയ ഇമേജ് ആയിരിക്കണേ കാണിക്കുന്നത്, സ്ക്രീൻ കാണിക്കുക. ഓക്കെ, ഈ ഫോം ചെയ്ത ഇമേജിനെയാണ് റിയൽ ഇമേജ് എന്ന് വിളിക്കും. ഓക്കെ, റിയൽ ഇമേജ്. അപ്പൊ ഇവിടെ ആക്ച്വലി ലൈറ്റ് റേ എന്ത് ചെയ്യുന്നുണ്ട്? ആഫ്റ്റർ റിഫ്ലക്ഷൻ മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഇമേജിനെ വിളിക്കുന്ന പേരാണ് റിയൽ ഇമേജ്. ഇനി വിർച്വൽ ഇമേജിലും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. കോൺവെക്സ് മിറർ ആണെന്ന് കരുതി ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ പാരലൽ അല്ലാണ്ട് വരുന്നില്ല. അവിടെയും പാരലൽ ആയിട്ടായിരിക്കും റേസ് വരിക, ഇതുപോലെ തന്നെ. പക്ഷെ ആഫ്റ്റർ റിഫ്ലക്ഷൻ കുറച്ച് മാറ്റങ്ങളുണ്ട്. ഓക്കെ, അതായത് ഇപ്പൊ ട്രീ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോൺവെക്സ് മിറർ ആണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ഇതിനെ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് എന്ന് കൊടുത്തോട്ടോ. ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ്, ഇവിടെ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇതിൽ നിന്ന് ഒരു ലൈറ്റ് റേസ് വരുന്നു. നമ്മൾ ലൈറ്റ് റേ വരയ്ക്കുന്നു. ഫസ്റ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നിന്ന് മിററിലേക്ക് ലൈറ്റ് റേ ചെല്ലുന്നു. അതുപോലെ ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ മിററിലേക്ക് അടുത്ത ലൈറ്റ് റേ ചെല്ലുന്നു. ഓക്കെ, ഈ 2 ലൈറ്റ് റേയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്തത് കൊണ്ട് അത് റിഫ്ലക്ട് ചെയ്യുന്നു. ഓക്കെ, ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്തുകൊണ്ട് ഈ 2 ലൈറ്റ് റേയും റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ഈ 2 ലൈറ്റ് റേസും ഇതുപോലെ റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇത് കാണുകയാണ്. നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇതിനെ കാണുമ്പോൾ ഈ 2 ലൈറ്റ് റേ ഡൈവേർ ചെയ്താണ് വരുന്നത്. ഈ 2 ലൈറ്റ് റേ ഡൈവേർ ചെയ്ത് വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും കാണുക? എങ്ങനെയായിരിക്കും ആ ലൈറ്റ് റേ കാണുക? എങ്ങനെ നമ്മൾ പഠിച്ചതിനെ കുറിച്ച്? ലാമിയ പറഞ്ഞോ. ഈ 2 ലൈറ്റ് റേ ഡൈവേർ ചെയ്താണ് എന്റെ നേരെ വരുന്നതെങ്കിൽ എങ്ങനെയാ നമ്മൾ കാണുക അതിനെ? അതായത് ഈ 2 ലൈറ്റ് ഡൈവേർ ചെയ്ത് നമ്മുടെ നേരെ വരുമല്ലേ, നമ്മുടെ കണ്ണിന് നേരെ വരുമ്പോ നമ്മൾ ആ ഇമേജ് കാണുമോ? ഇല്ല, കാണും. എങ്ങനെ കാണുമെന്ന് പഠിച്ചിരിക്കുന്ന ഒരാൾ കൈപ്പൊക്കി ആൻസർ ചെയ്തേ. എങ്ങനെ കാണുമെന്ന് പഠിച്ചിരിക്കുന്നത്? 2 ലൈറ്റ് ഡൈവേർ ചെയ്താണ് എന്റെ ഐയിലേക്ക് വരുന്നെങ്കിൽ എങ്ങനെ ഇമേജ് കാണുമെന്ന് പഠിച്ചിരിക്കുന്നത്? എനിവൺ? ആർക്കും പറയാൻ പറ്റില്ല? പറഞ്ഞോ, ആലിനെ പറഞ്ഞോ. എങ്ങനെ കാണും? Behind the mirror. ബിഹൈൻഡ് ദ മിറർ. നമ്മൾ രണ്ടാമത്തെ കേസിൽ കണ്ട പോലെ ഈ അതായത് നമ്മുടെ ബ്രെയിനിന് ഈ പറയുന്ന പരിപാടി ഒന്നും അറിയില്ല. നമ്മുടെ ബ്രെയിനിന് ഈ ലൈറ്റ് റിഫ്ലക്ട് ചെയ്തിട്ടാണ് കണ്ണിലേക്ക് വരുന്നൊന്നും അറിയില്ല. നമ്മളെ പറ്റിക്കും. ഈ ലൈറ്റ് നേരെ ഒരു പോയിന്റിൽ നിന്നാണ് വരുന്നത്, അവിടെ ആ ഒരു ഒബ്ജക്റ്റിൽ നിന്നാണ് വരുന്നത് എന്നുള്ള ഇതിൽ നമ്മളെ ഇമേജ് കാണിച്ചു തന്ന് പറ്റിക്കും. ഓക്കെ, അതായത് എവിടെ കാണിച്ചു തരും? ഈ റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റ്
ബാക്കിലേക്ക് നമ്മൾ ട്രേസ് ചെയ്താൽ മതി. ഓക്കെ, ഈ 2 ലൈറ്ററെ ബാക്കിലേക്ക് ട്രേസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും ഇമേജ് കാണുക. അതുകൊണ്ടാണ് മിററിൽ നോക്കുമ്പോൾ നമ്മൾ ബാക്കിൽ ഇമേജ് കാണുന്നത്. ഓക്കെ, കണ്ടോ? നേരെ വരയ്ക്കണേ, എന്റെ കുറച്ച് ഒടിവുണ്ട്, നിങ്ങൾ നേരെ വരയ്ക്കണേ. ഓക്കെ, അപ്പോൾ എന്ത് കാണും? ഈ ട്രീയുടെ ഇമേജ് നമ്മൾ ഇവിടെ കാണും. ചെറിയ ഇമേജ് ആയിരിക്കണം കേട്ടോ, ട്രീയുടെ വലുപ്പത്തിൽ തന്നെ വരച്ചു വെച്ചേക്കരുത്. ഓക്കെ, അപ്പൊ ഇവിടെ ഡോട്ടഡ് കാണിച്ചാൽ മതി, കാരണം ഇവിടെ നിന്ന് ആക്ച്വലി ലൈറ്റർ ഒന്നും വരുന്നില്ല, അത് നമുക്ക് തോന്നുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ഫോം ചെയ്യുന്ന ഇമേജിനെയാണ് നമ്മൾ വിർച്വൽ ഇമേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, വിർച്വൽ ഇമേജ്. ഓക്കെ, വ്യത്യാസം മനസ്സിലായോ റിയൽ ഇമേജും വിർച്വൽ ഇമേജും തമ്മിലുള്ള? റിയൽ ഇമേജ് എന്ന് പറയുന്നത് റിഫ്ലക്ഷന് ശേഷം ലൈറ്റ് മീറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന ഇമേജ് ആണ്. ഓക്കെ, വിർച്വൽ ഇമേജ് എന്ന് പറയുന്നത് റിഫ്ലക്ഷന് ശേഷം ലൈറ്റ് ആക്ച്വലി മീറ്റ് ചെയ്യാണ്ട് അത് ഡൈവേർജ് ചെയ്താണ് നമ്മുടെ ഐയുടെ നേരെ വരുന്നതെങ്കിൽ, അതായത് 2 റേസ് ഇത് ഇങ്ങനെ എന്റെ ഐയുടെ നേരെ വരുവാണ്, ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് എന്റെ ഐയുടെ നേരെ വരുമ്പോൾ എനിക്കൊരു തോന്നലുണ്ടാവും, എന്താണ്? ഈ ലൈറ്റ് സ്ട്രെയിറ്റ് ആണ്. എന്നെ അങ്ങനെയാണ് എന്റെ ബ്രെയിനെ ഞാൻ പഠിപ്പിച്ചു വെച്ചേക്കുന്നത്, ഈ ലൈറ്റ് സ്ട്രെയിറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബാക്കിലേക്ക് ട്രേസ് ചെയ്തിട്ട് അവിടെ ഒരു ഇമേജിനെ കാണുകയാണ്. അവിടെ നിന്നാണ്, ആ ഒരു പോയിന്റിൽ നിന്നാണ് ലൈറ്റ് എന്റെ നേരെ വരുന്നത് എന്നുള്ള ഇതിൽ. അതാണ് നമ്മൾ ഇവിടെ ഒബ്ജക്ട് വെക്കുമ്പോൾ ഇവിടെ ഇമേജ് കാണുന്നത്. ശരിക്കും ആ ലൈറ്റ് റിഫ്ലക്ട് ചെയ്തിട്ടാണ് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത്. എന്നാലും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആ ലൈറ്റ് നേരെയാണെന്നുള്ള ഒരു അസംഷനിൽ, നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ആ ലൈറ്റ് വന്നതെന്നുള്ള ഒരു അസംഷനിൽ അതിനെ അവിടെ ഒരു ഇമേജിനെ കാണിച്ചു തരും. ഇങ്ങനെ നമ്മളെ കാണിച്ചു തരുന്ന, നമ്മളെ കബളിപ്പിക്കുന്ന ഇമേജിനെയാണ് വിർച്വൽ ഇമേജ് എന്ന് വിളിക്കുന്നത്, നമ്മളെ പറ്റിക്കുന്ന ഇമേജ്. ഓക്കെ, വിർച്വൽ ഇമേജ്, റിയൽ ഇമേജ്, വ്യത്യാസം മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഇമേജ് ഫോർമേഷനെ കുറിച്ച് 2 മിററിലും എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുന്നതെന്ന് പഠിക്കാം. ഫസ്റ്റ്, ഇമേജ് ഫോർമേഷൻ ഫോർ കോൺകേവ് മിറർ. ഇമേജ് ഫോർമേഷൻ ഫോർ കോൺകേവ് മിറർ. ഓക്കെ, ഞാൻ എന്റെ ബോർഡ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഒരു ബോക്സ് ഉണ്ട്, അതൊന്ന് നിങ്ങൾ വരച്ചെടുക്കണേ. ഇവിടെ ആക്ടിവിറ്റി ആണ്, ആക്ടിവിറ്റി എന്ന് ഹെഡിങ് കൊടുത്തത്, ആക്ടിവിറ്റി. ആക്ടിവിറ്റി 4 ആണോ? ആക്ടിവിറ്റി 4 ആണ് അല്ലേ? നമ്മൾ ആദ്യം ഏതാ മിററിന്റെ ആക്ടിവിറ്റി ചെയ്തു? ആക്ടിവിറ്റി 4 ആയില്ലോ, 2, 3 അല്ലേ ഇത്? 3ാമത്തെ ആക്ടിവിറ്റി അല്ലേ? ഒരാൾ പറയാവോ? ആക്ടിവിറ്റി 10.3 ആണോ? അല്ല, ഞാൻ ചോദിച്ചത് നമ്മൾ ചെയ്യുന്ന എത്രാമത്തെ ആക്ടിവിറ്റി ചെയ്ത്? നമ്മൾ ആക്ടിവിറ്റി 3. ആക്ടിവിറ്റി 3. എന്നാൽ ആക്ടിവിറ്റി 3 ഹെഡിങ് കൊടുത്തു. ഓക്കെ, താങ്ക് യു. ആക്ടിവിറ്റി 3 ഹെഡിങ് കൊടുത്തു. ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് മിറർ. കോൺകേവ് മിററിന്റെ ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണ്? അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ശരിക്കും നമുക്ക് മനസ്സിലായി, ഒരു ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിന്റെ ഇമേജ് എങ്ങനെയാണ് ഒരു കോൺകേവ് മിററിൽ ഫോം ചെയ്യുന്നത് എന്ന് മനസ്സിലായി. ഇനി നമ്മൾ ഓരോ പൊസിഷനിലും നോക്കുവാണ്. മിററിന് അടുത്ത് വെച്ച് നോക്കും, മിററിന് കുറച്ച് മാറ്റി വെച്ച് നോക്കും, എന്നിട്ട് ഓരോ സമയത്തും ഉണ്ടാകുന്ന ഇമേജിന്റെ സൈസ്, അതിന്റെ നേച്ചർ, ഇതിനൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കുകയാണ്. അതാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇമേജ് ഓഫ് ഒബ്ജക്റ്റ് പ്ലേസ്ഡ് അറ്റ് ഡിഫറന്റ് പൊസിഷനിൽ, പല പല പൊസിഷനിൽ നമ്മൾ വെച്ച് നോക്കും. ഓക്കെ, എന്നിട്ട് അതിന്റെ ഇമേജിൽ ഉണ്ടാകുന്ന മാറ്റം കാണും. അപ്പൊ നമുക്കിപ്പോ മരം വീടൊന്നും എടുത്തല്ല മാറ്റുന്നത് അല്ലെ, മരമൊക്കെ എടുത്തിടുന്ന പല പല പൊസിഷനിൽ വെച്ച് നോക്കാൻ പറ്റില്ല. നമ്മളപ്പോ ക്യാൻഡിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ക്യാൻഡിൽ യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ ഇമേജ് ഫോർമേഷൻ പഠിക്കുക. ക്യാൻഡിലാണ് ഏറ്റവും ബെസ്റ്റ് ഇമേജ് ഫോർമേഷൻ, കാരണം നമുക്ക് അതിന്റെ ഫ്ലെയിം കൃത്യമായിട്ട് കാണാൻ പറ്റും, മറ്റുള്ള നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, ടാബുലർ കോളം, ഒരു കോളം ഉണ്ട്, ആ കോളാണ് നമ്മൾ ഈ ആക്ടിവിറ്റി കഴിയുമ്പോൾ ഫില്ല് ചെയ്യും കേട്ടോ. ആ കോളം ഒന്ന് വരച്ചെടുത്തോ, പെട്ടെന്ന് വരച്ചെടുക്കണേ, ഒരുപാട് സമയം എടുക്കരുതേ. അപ്പൊ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ വരച്ചോളൂ. നമുക്ക് ആരോടാ, അല്ല നിങ്ങൾ വരച്ചോ. നമുക്ക് മാത്യൂസിനെ കൊണ്ട് റിയൽ ഇമേജും വിർച്വൽ ഇമേജും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയിപ്പിക്കാം കേട്ടോ.
മാത്യൂസ് പറഞ്ഞോ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിയൽ ഇമേജ് ആൻഡ് വിർച്വൽ ഇമേജ്? Sir, real image can be obtained on a screen. Okay. Virtual image cannot be obtained on a screen. ലൈറ്റർ virtual മീറ്റ് image- ചെയ്ത് ഫോം ചെയ്യുന്ന ഇമേജ് ഏതാ? ലൈറ്റർ ശരിക്കും മീറ്റ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഇമേജ്? real image. ലൈറ്റർ നമ്മൾ മീറ്റ് ചെയ്യുന്നതായിട്ട് പറ്റിച്ചിട്ട് ഫോം ചെയ്യുന്ന ഇമേജ് ഏതാ? Virtual image. ഓക്കെ, മിടുക്കൻ. ഇത്രേ ഉള്ളൂ. ഓക്കെ, CBSEക്ക് ഇപ്പൊ എക്സാം എഴുതാൻ നിങ്ങൾക്ക് ഇത് രണ്ടും അറിഞ്ഞിരുന്നാൽ മതി. റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന ഇമേജ്. വിർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ മീറ്റ് ചെയ്യുന്നതായിട്ട് പറ്റിച്ച് ഫോം ചെയ്യുന്ന ഇമേജ്. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഫിഗർ വരച്ചത് കേട്ടോ. അത് നിങ്ങൾ എക്സാമിന് വരക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഇരുന്നോട്ടെ ഇങ്ങനെയാണ് ആ ഇമേജ് ഫോം ചെയ്യുന്നത്. നമ്മൾ റേ ഡയഗ്രം ഒക്കെ വരയ്ക്കുന്നുണ്ട്, അപ്പൊ അത് ഗുണം ഉണ്ടാവും. ഗ്രിഗർ എവിടെ 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 എവിടെ? ഗ്രിഗർ സമയം കളയാണ്. ഗ്രിഗർ അവിടെ ഓരോ സംസാരിക്കുന്നതിനും ഞങ്ങൾ വലിയ വില കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഗ്രിഗർ താമസിക്കുമ്പോ അതനുസരിച്ച് ക്ലാസ് പെൻഡിങ് ആവും കേട്ടോ. വലിയ വില കൊടുക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് എഴുത്, കുടയല്ല വില. ഇവിടെ എല്ലാരും കൊണ്ടുപിടിച്ച് എഴുതുവാണ്, അപ്പോഴാണ് അവിടെ ചിരിയും കളിയൊക്കെ. ഷയാനൊക്കെ തീർത്തിട്ട് വേണം അടുത്ത ടോപ്പിക്ക് പഠിക്കാൻ. നെസ്സിൽ കഴിഞ്ഞോ? എല്ലാരും കഴിഞ്ഞോ? ഓക്കെ, ഓക്കെ, കഴിഞ്ഞല്ലോ. അയ്യോ, ആരാണ്? പെട്ടെന്നോട്ടെ. പക്ഷെ ഇത് ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോക്കൽ ലെങ്ത്, നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഫോക്കൽ ലെങ്ത് വേണം. കറക്റ്റ് ആയിട്ട് നമ്മുടെ മിററിന്റെ ഫോക്കൽ ലെങ്ത് അറിയണം. മിററിന് ഒരു ഫിക്സ്ഡ് ഫോക്കൽ ലെങ്താ, അത് മാറൂല. ഓക്കെ, അപ്പൊ 13, 14, 15 എന്നൊക്കെ മാറി നിങ്ങൾ ചെയ്ത പോലെ എടുത്തു കഴിഞ്ഞാൽ ശരിയാവൂല. നമുക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു വാല്യൂ നമ്മുടെ ഫോക്കൽ ലെങ്ത് ഇതാണെന്ന് മനസ്സിലാക്കി വെക്കണം. എന്നിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മുടെ കയ്യിലുള്ള മിററിന്റെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓൾറെഡി ഒത്തിരി കഷ്ടപ്പെട്ട് ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് ബുദ്ധിമുട്ടിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ? ആ മിററിന്റെ കവറിൽ ഒരു ഫോക്കൽ ലെങ്ത് ഉണ്ടാവും, നോക്കി. ഇതിനാണ് ഈ പുള്ളി ഞങ്ങളെ കൊണ്ട് അല്ലേ ഇതങ്ങ് നോക്കി ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. അതിന് വേണ്ടി മെഴുകുതിരി കത്തിച്ച് ഡിസ്റ്റന്റ് ഒബ്ജക്ട് എടുപ്പിച്ച് സ്ക്രീൻ ഉണ്ടാക്കി മിറർ സ്റ്റാൻഡ് ഉണ്ടാക്കി അല്ലേ, എന്തെല്ലാം കഷ്ടപ്പാട്. അതിനകത്ത് കണ്ടോ ഫോക്കൽ ലെങ്ത്? കണ്ടോ? നിങ്ങൾ കിട്ടിയ വാല്യൂ തന്നെയാണ് അതിനകത്ത്. ചെറിയ വ്യത്യാസം ഉണ്ടാവും അല്ലെ? വലിയ വ്യത്യാസം ഉണ്ടോ ആർക്കെങ്കിലും? വലിയ വ്യത്യാസം ഉണ്ടോ? കോൺകേവിന്റെ നോക്കണം, കോൺവെക്സിന്റെ എടുത്ത് നോക്കരുതേ. കോൺവെക്സിന്റെ ഫോക്കൽ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യാൻ പറ്റില്ല, വിർച്വൽ ഇമേജ് അല്ലേ. നമ്മൾ എങ്ങനെയാ അത് മെഷർ ചെയ്യാ? കോൺകേവിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാ? നെസലിന്റെ എത്ര എഴുതിയിരിക്കുന്ന കവറില്? 15. എത്രയാ നെസലിന് കിട്ടിയതാ? 14, 13. കുഴപ്പമില്ല. പിന്നെ അമാൻ എത്രയാ കിട്ടിയ? അമാൻ എത്രയാ കവറില്? 10. ഓക്കെ, അമാൻ എത്രയാ കിട്ടിയത്? 9.5. കുഴപ്പമില്ല. ഇനി സാദിയ പറഞ്ഞോ, സാദിക്ക് എത്രയാ കിട്ടിയത്? എത്രയാണ് അതിനകത്തുള്ളത്? അതിനകത്തുള്ളത് 10, കിട്ടിയത് 11. എത്രയാ? 11. കുഴപ്പമില്ല. അപ്പൊ നിങ്ങക്ക് സംശയം ഇത് കറക്റ്റ് അല്ല, ഞങ്ങൾ ചെയ്തതാണ് കറക്റ്റ്, ഇതിനകത്തുള്ള പൊട്ടത്തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ എനിക്ക് തെളിയിച്ച് തന്നെ, അത് തെളിയിക്കാൻ ഒരു മെത്തേഡ് ഉണ്ട് കേട്ടോ. നമ്മൾ ഏത് ഫോക്കൽ ലെങ്ത് ആണ് കറക്റ്റ് എന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു മെത്തേഡ്. നിങ്ങളിപ്പോ ഇപ്പൊ 2 ഫോക്കൽ ലെങ്ത് ഉണ്ടല്ലോ, അത് അവിടെ ഒന്ന് എഴുതി വെച്ചേട്ടോ. മിറർ അപ്പൊ എഴുതി വെക്കുക, കവറിലുള്ളതും നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതി, രണ്ടും അവിടെ എഴുതി വെക്കുക. കവറിൽ നിന്ന് കിട്ടിയ ഫോക്കൽ ലെങ്ത്തും. നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ തരാനുണ്ട്, അപ്പൊ ക്ലാസ് കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി പോരുത് കേട്ടോ. ഒന്ന് നിൽക്കണേ. ഞാൻ ചിലപ്പോൾ എനിക്ക് പറ്റില്ല, ഞാൻ ചിലപ്പോൾ ക്ലാസിന്റെ ആ ഒരു ഒഴുക്കിൽ പെട്ടെന്ന് പറയാം, ശരി പിള്ളേരെ പൊക്കോളൂ, ഡൗട്ട് ഉള്ളവർ എന്നുള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പൊ നിങ്ങൾ അവിടെ നിന്നോളണം. ഓക്കെ, അപ്പൊ 2 ഫോക്കൽ ലെങ്ത് ആണ്. നമുക്കിത് ഏതാണ് കറക്റ്റ് എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിച്ചതാണോ അതോ അതിനകത്ത് കവറിൽ എഴുതിയതാണോ?
കിട്ടിയത് ഒരേപോലെയാണ്. ഒരേപോലെ ഒന്നും പേടിക്കാനില്ല. ഓക്കെ, അത് തന്നെ എടുത്താൽ മതി. ജയിക്കും. വേണമെങ്കിൽ എന്നാലും ഒന്ന് ചെയ്തേക്കാം നമുക്ക് കേട്ടാ, നമുക്ക് ചെയ്തേക്കാം എന്നാലും കേട്ടാ. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന ഏതാണെന്നറിയോ? ഇതിനകത്ത് ആ മൂന്നാമത് തന്നേക്കുന്ന കേസ് ഉണ്ടല്ലോ, അല്ല ഓൾറെഡി ഫസ്റ്റ് കേസ് നമ്മളിപ്പോ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാണ് അല്ലെ. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞേ ആരാ പറയാ? സാബിത്തെ, ആ ഫസ്റ്റ് കേസിന്റെ ആൻസർ എന്ന് പറഞ്ഞേ. അതല്ല ഇൻഫിനിറ്റി. രണ്ടാമത്തെ കേസിന്റെ ആൻസർ പറഞ്ഞേ. രണ്ടാമത്തെ ഇൻഫിനിറ്റിയിലാണ് ഇമേജ് എവിടെ കിട്ടുക? നമ്മൾ ചെയ്ത ഓൾറെഡി. ഒബ്ജക്ട് ഇരിക്കുമ്പോൾ ഇമേജ് ഫോം ചെയ്യുന്ന പോയിന്റ് ഏതാണെന്ന് ചോദിച്ചേ. ഇത് ഈ ആറിൽ എവിടെയായിരിക്കും ഫോം ചെയ്യുക? സിയിലാണോ, ഇൻഫിനിറ്റിയിലാണോ, ബിയോണ്ട്? ഓ, അതൊക്കെ എന്താന്ന് പറഞ്ഞില്ലല്ലോ അല്ലെ. ഓക്കെ, അത് പറയാം. അല്ല, അത് സി ഒക്കെ പറഞ്ഞല്ല നമ്മള് അല്ലേ. നമ്മളിപ്പോ ഒരു മിറർ വരച്ചാ, ഒരു മിറർ വരച്ചാ, ഓക്കെ, അതിന്റെ സി എന്ന് പറയുന്നത് സെന്റർ ഓഫ് കർവേച്ചർ ആണ്. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കായിരിക്കും എഫ്, നടുക്ക് കറക്റ്റ് സെന്ററിൽ ആയിരിക്കും. ഇതാണ് പോള്. നമ്മൾ ഇൻഫിനിറ്റി എന്നുള്ള ഒബ്ജക്റ്റിന്റെ ഇമേജ് എവിടെയാ നമുക്ക് കിട്ടിയെന്നാ പഠിച്ചിരിക്കുന്നത്? പറഞ്ഞോ, ആ ചോദിച്ചാള് പറഞ്ഞു. ഇൻഫിനിറ്റി എന്നുള്ള ഒബ്ജക്റ്റിന്റെ ഇമേജ് എവിടെ കിട്ടും നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഇപ്പൊ നമ്മൾ കണ്ടതാ, നമ്മൾ ദൂരെ ഒരു ട്രീ ഒക്കെ കണ്ടതാ. സ്ക്രീൻ ഏത് പോയിന്റ് കിട്ടും? ഫോക്കൽ പ്രിൻസിപ്പൽ ഫോക്കസ്. ആ, പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലേ, പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാ? എഫ്, റൈറ്റ്, എഫ്. അപ്പൊ ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഇമേജ് കിട്ടുന്നത് എഫിലായിരിക്കും, അറ്റ് എഫ്. ഓക്കെ, ഇനി ഇത് മറക്കരുത് കേട്ടോ. ഇനി റിയൽ ആണോ വിർച്വൽ ആണോ? ആ കിട്ടിയ ഇമേജ് റിയൽ ആയിരുന്നോ വിർച്വൽ ആയിരുന്നോ? ദിയ, കോൺകേവ് മിററിൽ കിട്ടിയ ഇമേജ് റിയൽ ആണോ വിർച്വൽ ആയിരുന്നോ? റിയൽ ആണ്. അപ്പൊ സെക്കൻഡ് വൺ റിയൽ. തേർഡ് വൺ ബേസിലെ എന്തായിരിക്കും? ഇറക്റ്റ് ആണോ ഇൻവേർട്ടഡ് ആണോ? ഇറക്റ്റ് ആണോ ഇൻവേർട്ടഡ് ആണോ? ബേസിൽ, ഗ്രിഗർ ബേസിൽ ഇറക്റ്റ് ആണോ ഇൻവേർട്ടഡ് ആണോ? നേരെയാണോ തലതിരിഞ്ഞാണോ ഇരിക്കുന്നത്? അത് നേരെ. കോൺകേവ് മിററിൽ കിട്ടിയ സ്ക്രീനിൽ കിട്ടിയത് ഇൻവേർട്ടഡ്. റിയൽ ഇമേജസ് ആർ ഓൾവേസ് ഇൻവേർട്ടഡ്. അവിടെ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോട്ടോ. റിയൽ ഇമേജസ് എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും. ഇനി മേലാല് കറക്റ്റ് ഇറക്റ്റ് എന്ന് പറയരുത് കേട്ടോ. ഇനി അടുത്ത തേർഡ് വൺ എന്താണ്? ആരാ പറയാ? കാർത്തിക. തേർഡ് വൺ എങ്ങനെയാ? ഡിമിനിഷ്ഡ് ആണ്. ഓക്കെ, ഹൈലി ഡിമിനിഷ്ഡ് എന്ന് എഴുതിക്കോ, വളരെ ചെറുത് കേട്ടോ. ഹൈലി ഡിമിനിഷ്ഡ്. ഓക്കെ, ഇപ്പൊ വളരെ ഡിസ്റ്റന്റ് ആയിട്ട് ദൂരെ ഒരു ഒബ്ജക്റ്റ് ഇരുന്നാൽ എവിടെയായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് ഇപ്പൊ ഒരു ഐഡിയ ഉണ്ട്. എല്ലാവർക്കും അറിയാലോ എവിടെയായിരിക്കും ഫോം ചെയ്യുന്ന? കുരിയ, എവിടെയായിരിക്കും ഫോം ചെയ്യുന്നത്? സ്ക്രീനിലാ. ആ പോയിന്റ് ഏതാ? ഇമേജ് ഫോം ചെയ്യുന്ന പോയിന്റ്. എല്ലാ ഇമേജിനും നമുക്ക് സ്ക്രീനിലാണ് കിട്ടും. അപ്പൊ എങ്ങനെ തിരിച്ചറിയാ? ആ പോയിന്റിന് ഒരു പേരുണ്ട്. ആ പോയിന്റിന് ഒരു പേരുണ്ട്. അത് കേൾക്കണം കേട്ടോ. പ്രിൻസിപ്പൽ ഫോക്കസിലാണ് നമുക്കറിയാം. പക്ഷെ ഇനി നമ്മൾ ഓരോ സ്ഥലത്തും വെച്ച് നോക്കാനായിട്ട് പോവാ. ഇവിടെ എവിടെയൊക്കെ എനിക്ക് വയ്ക്കാം? ആരാ പറയാ? ഫറ, ഞാൻ പറയാം. ഇപ്പൊ ഒരു മിറർ നമ്മൾ വരച്ചു. സപ്പോസ് ഇവിടെ എവിടെ ഒരു മിറർ ഉണ്ടായിരുന്നല്ലോ നമ്മൾ വരച്ചത്. ഇവിടെ എവിടെയൊക്കെ എനിക്ക് ഒബ്ജക്റ്റ് വെക്കാം ഒന്ന് പറയാമോ? ഇവിടെ എവിടെയൊക്കെ എനിക്ക് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യാം? ഈ ക്യാൻഡിൽ എവിടെയൊക്കെ പ്ലേസ് ചെയ്യാം എനിക്ക്? ഈ പോയിന്റ് വെച്ച് പറ. എന്തായാലും മിററിന്റെ ഫ്രണ്ടിലാ പ്ലേസ് ചെയ്യാൻ പറ്റില്ല, മിററിന്റെ ബാക്കിൽ വെച്ച ഇമേജ് കിട്ടുമല്ലോ. അപ്പൊ എവിടെയൊക്കെ വെക്കാം? ഈ 3 പോയിന്റുകൾ വെച്ചിട്ട് പറ, എവിടെയൊക്കെ വെക്കാം? ഫോക്കസിൽ വെക്കാം. ഇതാ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫോക്കസിൽ വെക്കാം. പിന്നെ അത് സീല് വെക്കാൻ പറ്റില്ലേ? സിയുടെ എഫിന്റെ ഇടയ്ക്ക് വെക്കാം. ഓക്കെ, വേണമെങ്കിൽ ക്യാൻഡിൽ എടുത്തിട്ട് നമുക്ക് സിയുടെ എഫിന്റെയും ഇടയ്ക്ക് വെക്കാം. പിന്നെ അത്രേ ഉള്ളോ? പിന്റെ എഫിന്റെ ഇടയ്ക്ക് വെക്കാം അല്ലെ? ക്യാൻഡിൽ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് പിയുടെ എഫിന്റെ ഇടയ്ക്ക് വെക്കാം. ഇനി കഴിഞ്ഞോ?
ഇത്രയുള്ളോ? ഈ 3 സ്ഥലത്താണോ വെക്കാൻ പറ്റുള്ളൂ? സീലൊന്നും വെക്കാൻ പറ്റില്ല. സീല് വെക്കാൻ പറ്റില്ല. എന്താ സീൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവിടെ വെച്ചാ? സീയുടെ ബാക്കിൽ എന്നാലും സീല് വെക്കൂല. സീല് വെച്ച എന്താ കുഴപ്പം? വച്ചോ, നമുക്ക് വേണം, നമുക്ക് എല്ലായിടത്തും വെച്ച് വേണം കേട്ടോ. അപ്പൊ സീല് വെക്കാം, പിന്നെ സീയുടെ ബാക്കിൽ വെക്കാം. ഇപ്പൊ എത്ര കേസായി? പീല് വെക്കാൻ പറ്റുമോ? ഇല്ല. എന്താ? പീല് വെക്കണേ വെക്കാം, മിററിന്റെ മേലിൽ കയറ്റി വെക്കണം എന്നുള്ളൂ. ഓക്കെ. അപ്പൊ പീല് വെക്കാൻ പറ്റില്ല. ഓക്കെ, പീല് വെക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വെക്കാൻ പറ്റുന്ന കുറച്ച് പോയിന്റുകളാണ്. ഒന്നല്ലെങ്കിൽ നമുക്ക് എവിടെ വെക്കാം? സിയുടെ പുറകിൽ. നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തും വെച്ചിട്ട് എങ്ങനെ ഇമേജ് എന്ന് നോക്കുവാണ്. ഇമേജിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ? ഇമേജ് വലുതായോ? അതോ റിയൽ ഇമേജ് തന്നെയാണോ കിട്ടണേ? അതോ മാറി വിർച്വൽ ഇമേജ് ആയിട്ടുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എവിടെ വെക്കും? നമ്മൾ ആ ഓർഡറിൽ പോവാം. ആദ്യം ഇൻഫിനിറ്റി, വളരെ ദൂരെ ഇവിടെ വെച്ച്. ഇത് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അല്ലെ? ഇതിൽ അവർ ക്യാൻഡില വെച്ചിരിക്കുന്നുള്ളൂ. നമ്മൾ ഇത് ഓൾറെഡി ചെയ്ത് വളരെ ദൂരെ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി കിട്ടിയേക്കുന്നതാണ്. അതായത് ഇവിടെ കണ്ടോ, ഒരു ഫ്ലെയിം കണ്ടോ? ഓക്കെ, ക്യാൻഡിൽ വെച്ചാൽ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. തല തിരിഞ്ഞൊരു ഫ്ലെയിം കിട്ടും. അത് നമുക്ക് കിട്ടി. ഇത് ഓക്കെയാണ് നമ്മുടെ. അപ്പൊ ഇത് നമുക്ക് വേണ്ട ഇനി കേട്ടോ. ഫസ്റ്റ് കേസ് നമുക്ക് ഇനി വേണ്ട. ഓക്കെ, ഇനി ഉള്ള കേസ് ഇതൊക്കെയാണ്. നമ്മൾ എവിടെ വെക്കും? സിയുടെ പുറകിൽ വെക്കും, സിയിൽ വെക്കും. എഫിന്റെയും സിയുടെയും ഇടയിൽ, എഫിന്റെയും സിയുടെയും ഇടയിൽ നിന്നാണ്, സെന്റർ എന്നില്ല കേട്ടോ. ഓക്കെ, ബിറ്റ്വീൻ എഫ് ആൻഡ് സി എന്നാണ്. എന്നിട്ട് എഫിൽ വെക്കും, പിന്നെ എഫിന്റെയും പിയുടെയും ഇടയ്ക്ക് വെക്കും. അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇത് വെറുതെ കാണാതെ പഠിക്കണ്ട. ഇത് ഓരോ കേസും അതാണ്. നമ്മൾ ആ ഒരു ഓർഡർ മാറ്റിയിട്ടുണ്ട്. അത് വേറൊരു പണിയുണ്ട്. ഓർഡർ മാറ്റി എന്തിനാന്നൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, നാളെ പറയാം കേട്ടോ. അപ്പൊ സിയുടെ പുറകിൽ വെക്കും, സിയുടെ എഫിന്റെ ഇടയ്ക്ക് വെക്കും, എഫിൽ വെക്കും, എഫിന്റെ ബിയുടെ ഇടയ്ക്ക് വെക്കും, സിയിൽ വെക്കും. ഈ സിയിൽ വെക്കുന്ന കേസാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. നാളെ നമ്മൾ വരുമ്പോ തന്നെ ചെയ്യുന്ന ഈ സിയിൽ വെക്കുന്ന കേസ് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോക്കൽ ലെങ്ത് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എടുത്തിരിക്കുന്ന ഫോക്കൽ ലെങ്ത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിയുടെ കേസ് ആദ്യം ചെയ്യും. അപ്പൊ നാളെ വരുമ്പോ നിങ്ങളുടെ ടേബിളില് ആ ചാർട്ട് ഒട്ടിച്ചിട്ട് വരിക. ഓക്കെ, ടേബിളില് ചാർട്ട് ഒട്ടിക്കുക. ഓക്കെ, പിന്നെ മാർക്കർ 30 സെന്റിമീറ്ററിന്റെ സ്കെയില് പറഞ്ഞിരിക്കുന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതുപോലെ തിക്കായിട്ടുള്ള ഒരു ക്യാൻഡിൽ, പെട്ടെന്ന് ഉരുകി തീരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് തിക്ക് ക്യാൻഡിൽ. ഇനിയിപ്പോ അഥവാ ഇല്ലെങ്കിൽ തിന്നായിട്ടുള്ള ക്യാൻഡിൽ ആണെങ്കിലും മതി, കുഴപ്പമില്ല കേട്ടോ. ആ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ കേട്ടോ. ഇനി ഇവിടെ വന്നിട്ട് മുറിക്കാൻ നിൽക്കണ്ടല്ലോ. നിങ്ങളിപ്പോ ആ മിറർ വെച്ച് കഴിഞ്ഞാൽ, അത് പറഞ്ഞില്ല, ആ മിറർ വെച്ച് കഴിഞ്ഞാൽ ആ ക്യാൻഡില് ഇതിന്റെ ഹൈറ്റിന് കറക്റ്റ് കിട്ടണ്ടേ? ക്യാൻഡിലിന്റെ ഫ്ലെയിം അല്ല നമ്മൾ ഫ്ലെയിമാണ് ഇമേജ് എന്ന് പറയുന്നത്, അതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് കാണണമെങ്കിൽ നമ്മൾ ഇങ്ങനെ വെക്കണ്ടേ? ഇപ്പൊ എന്റെ മോൻ കാണണമെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവോ? ശരിയാവോ? ഇല്ല. എന്റെ മോൻ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കും. അതുപോലെ ഈ മിററിൽ അതിന്റെ ഇമേജ് കാണണമെങ്കിൽ ആ ഫ്ലെയിം അതിന് നേരെ തന്നെ വരണ്ടേ? അപ്പൊ ആ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, ഒന്ന് കട്ട് ചെയ്താൽ മതി. അതിനാണ് ബ്ലേഡ് ഉപയോഗിച്ചൊന്ന്. മിറർ അല്ലാട്ടോ കട്ട് ചെയ്യണ്ടേ, ഇനി മിറർ കട്ട് ചെയ്തിട്ട് വരും കേട്ടോ. ക്യാൻഡിൽ കട്ട് ചെയ്തിട്ട് കേട്ടോ, ക്യാൻഡിൽ കട്ട് ചെയ്തിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അത് കേട്ടിട്ട് വേണം പോകാനായിട്ട്. ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ലെഫ്റ്റ് ആവരുത്, സ്റ്റേ ചെയ്യണം, ചോദിച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, താങ്ക് യു. ലെഫ്റ്റ് ആവല്ലേ? ഗുഡ് മോർണിംഗ്. അപ്പൊ ഞാൻ നിങ്ങളുടെ ബൈ വീക്കിലിയുടെ കാര്യം പറയാനാണ് തോന്നുന്നത്. ഈ വരുന്ന വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച നിങ്ങളുടെ ബൈ വീക്കിലി എക്സാം കാണും. ഒരു ഡെമോ അല്ല, ഇന്ന് വൈകിട്ട് ഒരു ബൈ വീക്കിലി ഡെമോ എക്സാം ഉണ്ട്. അപ്പൊ അതിന് നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യണം. അപ്പോൾ ഒരു ഡെമോ എക്സാം ആണ്, പേരന്റ് ഒന്നും വേണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം, എങ്ങനെയാണ് എക്സാം നടത്തുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാം കേട്ടോ. ടൈം നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ഇടും. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? എന്തായിരുന്നു? ബൈ വീക്കിലിനെ കുറിച്ചല്ല, ഇന്ന് പഠിപ്പിച്ച ഇതുവരെ പഠിപ്പിച്ച പോർഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഇടുക. അപ്പൊ ഇന്നൊരു ഡെമോ എക്സാം ആണ്. അപ്പൊ സാറ് പറയും ഇതുവരെ പഠിപ്പിച്ചാല് ആയിരിക്കും വരിക, ഇന്നത്തെ ഉണ്ടാവില്ല. അതല്ല, ഞാൻ ഇന്ന് പഠിപ്പിച്ചതിന്റെ അതിന്റെ ഡൗട്ട് വയ്ക്കാനാണ്. അതിപ്പോ ചോദിക്കാം കേട്ടോ. അല്ല, ബൈ വീക്കിലെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞത്? ഓക്കെ ഓക്കെ സാർ. എങ്കിൽ ഡൗട്ട് ഉള്ളവർ സ്റ്റേ ചെയ്തോളൂ, അല്ലാത്തവർ ലെഫ്റ്റ് ആയിക്കോളൂ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സാർ.
താങ്ക് യു സാർ. സാർ ചോദിച്ചോ മോനെ ചോദിച്ചോ. ഈ ചാർട്ട് എന്തിനാ? അല്ല ഈ ചാർട്ട് എവിടെ ഒട്ടിക്കാനാ? ടേബിളില്, നിങ്ങൾ ഇരിക്കുന്ന ടേബിളില് എന്നിട്ട് ചുമ്മാ ഒട്ടിച്ചു വെക്കാൻ വേണ്ടിയാ? ജസ്റ്റ് ഒട്ടിച്ചാൽ മതി, ബാക്കി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരാം കേട്ടോ. ചാർട്ട് നമ്മൾ സെല്ലോ ടേപ്പ് ഉപയോഗിച്ചു, അത് മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ചാർട്ട് വലിയ പ്രശ്നം വരാൻ ചാൻസ് ഇല്ല, എന്നാലും നമ്മളൊരു ഉറപ്പിന് വേണ്ടി ഒന്ന് ഒട്ടിച്ചെന്നുള്ളൂ. ഇനി വെറുതെ വെച്ചാലും മതി, കുഴപ്പമില്ല. പക്ഷെ ഒരു വെറുതെ ചാർട്ട് ചാർട്ട് ഇങ്ങനെ മടങ്ങിയൊക്കെ പോകുന്നേ പ്രശ്നമാവും. മടങ്ങി ഒട്ടിച്ചോ, പോകും. ആ നല്ലത്. ഒരു ചാർട്ടല്ലേ? ഒരു ചാർട്ട് മതി, ഒരു ചാർട്ട്. മിററിന് ഒരു ചാർട്ട് മതി. സാർ ചോദിച്ചോ ആകാശ്. ബൈ വീക്കിലേക്ക് ഫിസിക്സ് ഉണ്ടാവും സാർ? കഴിഞ്ഞ വീക്ക് ഏതായിരുന്നു എക്സാം, ക്ലാസ് ഏതായിരുന്നു? കഴിഞ്ഞ വീക്ക് മാത്സ്. അപ്പൊ അതായിരിക്കും വരിക. എനിക്ക് ഉറപ്പില്ല കേട്ടോ, ഒന്ന് ചോദിച്ചേക്ക്. അങ്ങനെയാണ് സാറിന് എക്സാം നടക്കുക. ലാസ്റ്റ് വീക്കിലുള്ള സബ്ജക്റ്റിന്റെ എക്സാം ആണ് കേട്ടോ, ഒന്ന് ചോദിച്ച് കൺഫേം ചെയ്തേക്ക്. ഓക്കെ സാർ. ചോദിച്ചോളൂ ചോദിച്ചോളൂ. സാബിത്ത് ചോദിച്ചു. ആകാശിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?